എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വേദിയിലേക്ക് ഇങ്ങനൊരു പ്രഭാഷണത്തിലൂടെ അവസരം തരികയും എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്ത പ്രിയ സുഹൃത്തുക്കൾ അജേഷിനും നാഗേഷ് സാറിനും ഒക്കെയുള്ള എൻ്റെ ഒരു നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. നേരത്തെ ആരെ സൂചിപ്പിച്ചു നമ്മൾ അധികം ആളുകളില്ല എന്നുള്ളത്. അതൊരു കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിച്ചിട്ടുള്ളത് നുണകളും നുണക്കഥകളുമാണ് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്നത് ഏറ്റവും വലിയ നുണയാണ്. സത്യം, സത്യാന്വേഷണം, സത്യകഥ ഇതിൻ്റെയൊക്കെ കൂടെ എന്നും കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. ജോർജ് കാർലിൻ എന്ന് പറയുന്നൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയനുണ്ട്. അദ്ദേഹം 2008 മരിച്ചുപോയി. അമേരിക്കക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ശകലങ്ങൾ ഇപ്പോൾ ഷോർട്ടുകളായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ, അതിൽ അദ്ദേഹം റിലീജിയനെ കുറിച്ചാണ് പറയുന്നത്. പുള്ളി പറയുന്നത് റിലീജിയനാണ് ലോകത്തെ ഏറ്റവും വലിയ നുണക്കഥ എന്നാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഒരു 30 സെക്കൻഡൊക്കെ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആകാശത്തൊരു ആൾ താമസിക്കുന്നുണ്ട് എന്നും അയാൾ ആണ് ഇതിൻ്റെ മുഴുവൻ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവ്. പുള്ളി ആകാശത്തിരുന്നുകൊണ്ട് ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യരുടെയും ഓരോ ജീവികൾ എന്താണ് ഓരോ സെക്കൻഡിലും ചെയ്യുന്നതെന്നും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും, ഇതിൻ്റെ സകലത്തിൻ്റെ സൃഷ്ടാവായ അദ്ദേഹം വളരെ ദയാലുവും കരുണാമയനും ഒക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തൊരു 10 കാര്യങ്ങളുണ്ട്. 10 കമാൻഡ്മെൻറ്റ്സ്. ആ 10 കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവരെ പുള്ളി തീയിലിട്ട് പൊരിക്കും, ചുടും, അടിക്കും, ഇടിക്കും. അങ്ങനെ അവർ കരയുന്നതും വിലപിക്കുന്നതും ഒക്കെ ഇദ്ദേഹം കേട്ട് സന്തോഷിക്കും. അത് എത്ര കാലത്തേക്കെന്നില്ല, അത് കാലമുള്ളിടത്തോളം കാലം അവരെ പീഡിപ്പിക്കുകയാണ്. പക്ഷേ അദ്ദേഹം നിങ്ങളെല്ലാം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ. ഈ കഥയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുകയും ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുകയും ചെയ്യുന്നുള്ളത് ഒരു വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ അതുകൊണ്ട് ആളുകളുടെ എണ്ണം എന്ന് പറയുന്നൊരു പ്രശ്നമല്ലാന്ന് ഞാൻ പറഞ്ഞത് മാത്രം. സിമ്മൽ വെയിൽസ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഹംഗറിക്കാരനായിരുന്നു. 1847 ഈ സിമ്മൽ വീസ് എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ അക്കാലത്ത് ഈ പ്രസവാനന്തരമായിട്ടുള്ള അണുബാധ കൊണ്ട് അമ്മമാരും കുഞ്ഞുങ്ങളും മരിച്ചു പോകുന്നത് ഒരു സ്വാഭാവിക സംഭവമായിരുന്നു. അപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ 18% മോർട്ടാലിറ്റി ഉണ്ടായിരുന്നു അക്കാലത്ത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇദ്ദേഹം കണ്ട കാര്യം, ഈ നഴ്സുമാരായിട്ടുള്ള ആളുകൾ പ്രസവം എടുക്കുന്ന വാർഡുണ്ട്, ഡോക്ടർമാർ പ്രസവം എടുക്കുന്ന വാർഡുമുണ്ട്. നഴ്സുമാർ പ്രസവം എടുക്കുന്ന വാർഡിൽ മരണം കുറവാണ് എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. അപ്പോൾ അവർ ഓരോ പ്രസവത്തിന് ശേഷം കൈ കഴുകുന്നതാണ് ഇതിന് കാരണമെന്ന് പുള്ളിക്ക് തോന്നി. കാരണം ഡോക്ടർമാർ വളരെ തിരക്കിട്ടിട്ടാണ് അവരുടെ ജോലി നിർവഹിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൈ ശരിയായി കഴുകുക എന്നുള്ളൊരു പരിപാടി ഇവർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ക്ലോറിനേറ്റ് ചെയ്ത ലൈം സൊല്യൂഷനിൽ കൈ കഴുകിയാൽ ഈ പോസ്റ്റ് മോർട്ടം മോർട്ടാലിറ്റി കുറയ്ക്കാൻ പറ്റും എന്ന് ആദ്യമായിട്ട് ഒരു പക്ഷേ കണ്ടുപിടിച്ച ഒരാൾ ഈ സിമ്മൽവീസാണ്. ഇഗ്വാൻ സിമ്മൽവീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷേ ഇത് ആരും അംഗീകരിച്ചില്ല. 1947 അദ്ദേഹത്തിൻ്റെ പുസ്തകം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തെ കളിയാക്കുക ചെയ്തു. ഇതൊരു മണ്ടൻ കണ്ടുപിടുത്തമാണ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു ദുരന്തം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് എന്തോ ഒരു ന്യൂറോ സംബന്ധമായ പ്രശ്നം വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഡോക്ടറെ സമീപിച്ചു. അപ്പോൾ ഇദ്ദേഹത്തെ എല്ലാവരും ഒരു നോട്ടപ്പുള്ളിയായിട്ടും ഒരു കോമാളിയായിട്ടും ഒക്കെ ചിത്രീകരിച്ച സമയമായതുകൊണ്ട് ഇയാൾക്ക് ഭ്രാന്താണെന്ന് മറ്റേയാൾ പറഞ്ഞു വരുത്തുകയും ഇദ്ദേഹത്തെ ചികിത്സിക്കേണ്ടതിന് പകരം ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി ഇടുകയും ചെയ്തു എന്നാണ്. സഹപ്രവർത്തകൻ അദ്ദേഹത്തെ ചതിച്ചു എന്നാണ് കേൾക്കുന്നത്. ഭ്രാന്താശുപത്രിയിൽ വെച്ച് ഇദ്ദേഹത്തെ അവിടുത്തെ കാവൽക്കാർ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു.
അങ്ങനെ മുറിവേറ്റ് ആ മുറിവ് പഴുത്ത് അണുബാധ ഉണ്ടായി 47-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം പുതിയൊരാശയം, നവീനമായൊരാശയം അവതരിപ്പിച്ചാൽ അത് വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ഒരുപക്ഷെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർ നമ്മൾ കരുതുന്ന ആളുകൾ പോലും അത് സ്വീകരിക്കാൻ മടിക്കുന്ന ഒരു സാഹചര്യം എല്ലാ ലോകത്തെല്ലായിടത്തും ഉണ്ട് എന്നും ഇത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു പ്രശ്നമാണ് എന്നും മനസ്സിലാക്കുകയും ഈ പ്രതിഭാസത്തെ ഈ സിമ്മൽവെയ്സ് ഇഫക്റ്റ് എന്ന് വിളിക്കുകയും ചെയ്തു. പക്ഷെ അധികം വൈകാതെ വൈദ്യശാസ്ത്ര രംഗത്ത് ഈ കണ്ടുപിടുത്തം വലിയ രീതിയിൽ പ്രചാരത്തിലായി. ഇന്നിപ്പോൾ നമുക്കറിയാം അണുബാധ എത്രമാത്രം, കയ്യിൽ അണുബാധ നീക്കുന്നതിലൂടെ ഒരു മഹാമാരിയെ തന്നെ തടയാൻ കുറേയൊക്കെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചൊരു കാലഘട്ടമാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തിരിച്ചറിയുകയും പിന്നെ ഇത് അംഗീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. അപ്പോഴത്തേക്കും ഈ ഇദ്ദേഹം മരിച്ചു പോയിരുന്നു, അതും ഒരു ദുരന്ത സാഹചര്യത്തിൽ മരിച്ചു പോയിരുന്നു എന്നുള്ളതാണ് ഒരു കഥ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ചിടത്തോളം സമ്മർവെയ്സ് ഇഫക്റ്റ് തീരുന്നേയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പുതിയ ചില ആശയങ്ങൾ വരുന്നു, ആ ആശയങ്ങൾ കുറേ ആളുകൾ ഏറ്റെടുക്കുന്നു, ആ ആശയം പ്രചരിപ്പിക്കപ്പെടുന്നു. അങ്ങനെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് മുൻപുണ്ടായിരുന്ന സങ്കല്പങ്ങൾക്കെല്ലാം ഒരുപക്ഷെ വിരുദ്ധമായിട്ടുള്ള കുട്ടികളുടെ അവകാശത്തിൽ അധിഷ്ഠിതമായൊരു വിദ്യാഭ്യാസം എന്ന സങ്കല്പം വരികയും അത് പ്രചരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരടി മുന്നോട്ട് വെക്കുമ്പോൾ രണ്ടടി പിന്നോട്ട്, വീണ്ടും ഒരടി മുന്നോട്ട് രണ്ടടി പിന്നോട്ട് എന്ന നിലയിൽ അതിങ്ങനെ മുന്നോട്ടും പിന്നോട്ടുമായി വന്ന് ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ 30 വർഷമെന്ന് പറയുന്നത് ഒരു പുതിയ ആശയത്തിന് വേര് പിടിക്കാനും അതിന് സാമൂഹികമായൊരു അംഗീകാരം കിട്ടാനും അതിന് കുറേ കൂടി വളർച്ച നേടാനും ഒക്കെ ഉള്ളൊരു കാലം എടുത്തിട്ടുണ്ട്, കേരളം പോലൊരു സ്ഥലത്ത് പ്രത്യേകിച്ചും. പക്ഷെ എന്തുകൊണ്ടാണ് അത് സംഭവിക്കാതിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ അന്വേഷണമാണ് ഞാനൊരു 30-40 മിനിറ്റ് എടുത്ത് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് 2 ഭാഗങ്ങളായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, എന്താണ് മാറ്റം എന്നുള്ളതിൻ്റെ ഒരു ഭാഗം ഒന്ന് പറയാമെന്ന് ഉദ്ദേശിച്ചു. കാരണം എല്ലാവരും ഈ രംഗത്തുള്ളവരാകണം എന്നില്ല എന്നും. 2, ഇതിനെ നന്നാക്കാൻ വേണ്ടി നടത്തുന്ന വിമർശനങ്ങൾ എങ്ങനെയാണ് ഇതിനെ 10 മടങ്ങ് പിന്നോട്ട് വലിക്കുന്നത്. വിദ്യാഭ്യാസത്തെ മാത്രമല്ല, നമ്മൾ ഈ സാംസ്കാരിക സാമൂഹിക രംഗത്ത് മുന്നോട്ട് വെച്ച പുരോഗമന ആശയങ്ങളെ, പ്രത്യേകിച്ചും യുക്തിവാദി പ്രസ്ഥാനങ്ങളും എന്താ പറയുക, നമ്മളിപ്പോൾ ഈ യുക്തിവാദി സമ്മേളനങ്ങളുടെയൊക്കെ കാര്യം ആളുകൾ പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന സമ്മേളനങ്ങളിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രഭാഷണങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിൽ ചില കുഴപ്പങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു യഥാർത്ഥത്തിൽ ഒരു യുക്തിവാദ അല്ലെങ്കിൽ ഒരു ഫ്രീ തിങ്കേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നും ഗ്രൂപ്പിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സംഗതിയേ അല്ല അത്. ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞു, പല ഗ്രൂപ്പുകളുണ്ട്, പല തരത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, പല സംഘങ്ങളുണ്ട്, അതിൻ്റെ ഫെഡറേഷൻ ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് ആൾ സൂചിപ്പിച്ചു. കാരണം യോജിക്കാവുന്ന ഒരു സംഗതി ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട്. അത് തീർച്ചയായിട്ടും സമത്വത്തെ സംബന്ധിച്ച, മാനവികതയെ സംബന്ധിച്ച, ചൂഷണമില്ലാത്തൊരു ലോകത്തെ സംബന്ധിച്ച ഒരു സങ്കല്പമാണല്ലോ. അതാണല്ലോ യഥാർത്ഥത്തിൽ ഇന്ത്യയൊക്കെ അടിസ്ഥാനപരമായി പ്രവർത്തിക്കുന്നത്. എന്നാൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളിൽ വലിയ യുവാക്കളൊക്കെ ഒരുപാട് കൂടിച്ചേരുന്ന ഇടത്ത് നടക്കുന്ന സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച പ്രഭാഷണങ്ങൾ ഈ സമത്വം എന്ന് പറയുന്ന സങ്കല്പത്തിനും മാനവികത എന്ന സങ്കല്പത്തിനും വിരുദ്ധമായി പോകുന്നു എന്നുള്ള വലിയൊരു പ്രഹേളിക വൈരുദ്ധ്യം അവിടെ നമ്മൾ കുറച്ചു നേരം പകച്ചു നിൽക്കണം. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകാതെ. അപ്പോൾ അത് കരഞ്ഞു തോന്നി, നമ്മൾ പകച്ചു നിൽക്കുകയല്ല വേണ്ടത്, നമ്മൾ ഇതിനെക്കുറിച്ച് പറ്റുന്ന സ്ഥലങ്ങളെങ്കിലും ആളുകളോട് ഇതിനെക്കുറിച്ച് പറയുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടുന്ന വേദിയിൽ ഈ കാര്യങ്ങൾ പറയുക എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ മാറുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു പ്രഭാഷണത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു കണ്ടൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യ ഭാഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സമീപഭാവിയിലുണ്ടായ ഒരു 10-30 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെ സംബന്ധിച്ച ചില കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം. അതിനുശേഷം ഈ വിമർശനം എന്ന പേരിൽ നടക്കുന്ന സമത്വത്തിന്, മാനവികതയ്ക്കും മനുഷ്യൻ്റെ ഒരു പുരോഗമന ചിന്തയ്ക്ക് വിരുദ്ധമായ ആശയങ്ങൾ എന്താണെന്നും അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്നും പറയാം എന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, നമുക്കറിയാം, ഏതൊരു പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ചില ദർശനങ്ങളാണ്, വിദ്യാഭ്യാസ സംബന്ധിച്ച ദർശനങ്ങൾ. അതിന് സൈദ്ധാന്തികമായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. മനഃശാസ്ത്രം കുറെ കൂടി ശാസ്ത്രം എന്നുള്ളതിൽ അംഗീകരിക്കപ്പെട്ട് ഇടയ്ക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ന്യൂറോ സയൻസിൻ്റെയൊക്കെ വളർച്ചയുടെ ഒക്കെ
പശ്ചാത്തലത്തിൽ അത് കൂടുതൽ കൂടുതൽ സയൻസിനോട് അടുത്ത് വരികയാണ്. ഓരോ മനുഷ്യൻ്റെയും പെരുമാറ്റം എന്താണ് എന്നുള്ളത്, എന്തുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ ഒക്കെ പെരുമാറുന്നത് എന്നുള്ളത് നമ്മളുടെ ന്യൂറോണുകളുടെയും തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളുടെയും പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അത് കുറേ കൂടി ശാസ്ത്രീയമാണ്. ദർശനം എന്ന് പറയുന്നത് സയൻസ് ആണെന്ന് പറയാൻ പറ്റില്ല, അത് കൂടെ കുറേ കൂടി സാംസ്കാരികമായും സാമൂഹികമായിട്ടുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങളെ കുറിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ജ്ഞാനനിർമ്മിതിവാദം എന്ന ഒരു അടിസ്ഥാന ദർശനത്തിലാണ് ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നു, മലയാളത്തിൽ ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറയാം. മലയാളമാണെന്ന് ചോദിച്ചാൽ കുറച്ച് സംസ്കൃതം ചേർന്നതാണല്ലോ നമ്മുടെ മലയാളം എന്നും. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ തമിഴ് പാരമ്പര്യ സംസ്കൃതത്തിലേക്ക് മാറുകയൊക്കെ ചെയ്തു. അതിൻ്റെ കുഴപ്പം നമ്മുടെ ഭാഷയിലുണ്ട്, അതുകൊണ്ട് ഇത് അങ്ങനെയൊക്കെ ഉണ്ടാകാം. ഇവിടെ നമ്മൾ സങ്കല്പിക്കുന്നത് എല്ലാ കുട്ടികൾക്കും അറിവ് നിർമ്മിക്കാനുള്ള ശേഷി ഉണ്ട് എന്നുള്ളതാണ്. അതിന് സാഹചര്യം ഒരുക്കി കൊടുത്താൽ അറിവിൻ്റെ നിർമ്മാണം കുട്ടിയുടെ തലച്ചോറിനകത്താണ് നടക്കുക എന്നുള്ളത്. അപ്പോൾ ഒരാൾക്കും വേറൊരാളെ പഠിപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ കുറച്ച് താത്വികമായിട്ട് വിവേകാനന്ദനൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്കും വേറൊരാളെ പഠിപ്പിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ വിചാരിക്കുന്നത്, ഞാനിപ്പോൾ ഈ പറയുന്നില്ല നിങ്ങൾ കേൾക്കും മനസ്സിലാക്കും എന്നുള്ളത് എൻ്റെ വൃഥ വിചാരം മാത്രമാണ്. ആ വിചാരം കൊണ്ട് എനിക്കിവിടെ സംസാരിക്കാനുള്ള ധൈര്യം കിട്ടുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അത് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. കാരണം നിങ്ങൾ ഓരോരുത്തരും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ മുൻ അനുഭവങ്ങളുടെയും നിങ്ങളുടെ തന്നെ ചിന്തകളുടെയും വെളിച്ചത്തിൽ മാത്രമായിരിക്കും. നമ്മുടെ തലച്ചോറ് നടക്കുന്ന ഒരു പ്രവർത്തനമാണിത്. അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ലാതെ അതിൽ നേരിട്ട് ഇടപെടാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ അറിവിൻ്റെ നിർമ്മാണം നടക്കുന്നത് കുട്ടികളാണ്. അതിന് ഏറ്റവും നല്ല പശ്ചാത്തലം സാഹചര്യം ഒരുക്കി കൊടുക്കലാണ് അധ്യാപകർ ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധ്യാപകൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു പൗരോഹിത്യവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് നിന്ന ഒരു പ്രൊഫഷനെ നവീകരിക്കേണ്ട ആവശ്യം വന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അധ്യാപകൻ ആരാണ്? അധ്യാപകൻ്റെ റോൾ എന്ന് പറയുന്നത് ഈ അച്ചടക്കം പഠിപ്പിക്കുക, അല്ലേ, അല്ലെങ്കിൽ മര്യാദ പഠിപ്പിക്കുക, അല്ലെങ്കിൽ സമൂഹം തുടർന്നു വരുന്ന ചില ആചാരമര്യാദകൾ ശീലിപ്പിക്കുക, ബഹുമാനം കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുക, അത് കിട്ടാത്തപ്പോൾ ദേഷ്യപ്പെടുകയും ചെയ്യുക. ഇല്ല എങ്കിൽ കുട്ടികളുടെ ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലാത്ത എന്തെങ്കിലും തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായാൽ അവർക്ക് ശാരീരികവും മാനസികവുമായ ശിക്ഷകൾ നൽകിക്കൊണ്ട് അവരെ നേർവഴിക്ക് നയിക്കുക. പിന്നെ അധ്യാപകൻ എന്ന് പറയുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം കണ്ടുപിടിക്കുന്ന ആളാണ്, ആ നാട്ടിൽ ഏറ്റവും വലിയ അറിവുള്ള ആളാണ് എന്നൊക്കെയുള്ള സങ്കല്പം, അത് തികച്ചും പുരോഹിതനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതേ സങ്കല്പങ്ങൾ തന്നെ ഒരു പൗരോഹിത്യൻ്റെ തുടർച്ചയായിട്ടാണ് അധ്യാപകൻ എന്നുള്ള സങ്കല്പം ഉണ്ടായി വന്നത്. അധിക കാലമൊന്നായിട്ടില്ല ഈ പ്രൊഫഷൻ ഉൾപ്പെടുന്നത്. അവിടെ നിന്നും ഒരു ഫെസിലിറ്റേറ്റർ, സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ആൾ, ഒപ്പം തന്നെ ലേണർ, കുട്ടികളുടെ കൂടെ നിന്ന് പഠിക്കുക. അയാൾക്കെല്ലാം അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. കുട്ടികൾ പറയുന്ന പല കാര്യങ്ങളും അയാൾക്ക് മനസ്സിലാവാനും ഇന്നത്തെ കാലത്ത് സാധ്യത കുറവാണ്. വലിയ അന്തരം തലമുറകൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഒരു സുവർണ്ണകാലം, നമ്മുടെ കാലമായിരുന്നു സുവർണ്ണകാലം എന്ന് വിചാരിക്കുകയും ഒരു തരത്തിലുള്ള ഗോൾഡൻ തിങ്കിങ് ഫാലസി പുലർത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ മേഖലയിൽ നിന്ന് കഴിഞ്ഞു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഏറ്റുമുട്ടൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ജെൻസി എന്നൊക്കെ നമ്മൾ വിളിക്കും. ഇപ്പോൾ ബീറ്റ ആയിട്ടുള്ള കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ ഒരു മനോഭാവവും അവരുടെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള പെരുമാറ്റവും മൾട്ടി ടാസ്കിങ്, പലതിൽ ഇടപെടാനുള്ള കഴിവ്, അങ്ങനെയുള്ള പലവിധമായിട്ടുള്ള പുതിയ ശേഷികളുണ്ട്. പുതിയ ശേഷികളെ മനസ്സിലാക്കി അതോടൊപ്പം നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയ പഠനവും മാറ്റവും മാനസികമായി മാറ്റവും ഒക്കെ ആവശ്യമുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതിന് ഈ പഴയ അധ്യാപനം എന്നുള്ള പാരമ്പര്യ സങ്കല്പം ആളുകളെ തടഞ്ഞു വെക്കുന്നുണ്ട്. അവരിപ്പോഴും ഒരു സദാചാരവാദികളായിട്ട് ഒരറ്റത്ത് നിൽക്കുകയും തലമുറ ഇവരെ കണക്കാക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന വലിയ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളോടൊപ്പം ചേർന്ന് പഠിക്കുക, ഒരു പഠിതാവായി സഹപഠിതാവെ തന്നെയും കാണുക എന്നുള്ളത് പുതിയ കാലത്തെ അധ്യാപനം പ്രതീക്ഷിക്കുന്ന ഒരു ശേഷിയാണ്. അതാണ് ലേണർ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ പലതരത്തിൽ ചിന്തിക്കുന്ന, പല സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന പല അഭിരുചികളുള്ള കുട്ടികളുടെ ഗ്രൂപ്പുകൾ, പല പല സംഘങ്ങളാണ് അറിവ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ആ അറിവ് നിർമ്മാണ പ്രക്രിയ മുന്നോട്ട് പോകുമ്പോൾ ആ സംഘങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാവും. ചിലപ്പോൾ അത് റെഫറൻസിനുള്ള തടസ്സമായിരിക്കും, ചിലപ്പോൾ ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും, ചിലപ്പോൾ ശരിയായ ചോദ്യം ശരിയായ സമയത്ത് ചോദിക്കാത്തതുകൊണ്ട് അന്വേഷണം വഴിതിരിഞ്ഞു പോകുന്നുള്ള പ്രശ്നമായിരിക്കും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് യഥാസമയം കണ്ടെത്തുകയും അതിനെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യവേദിയായിട്ടുള്ള പ്രവർത്തനമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രശ്ന നിർണയം നടത്തുന്ന ഒരു ഡയഗ്നോസ്റ്റീഷ്യൻ എന്ന റോളിൽ കൂടി അധ്യാപകൻ പ്രവർത്തിക്കുകയും ഇവർക്ക് പിന്തുണ നൽകുകയും ചെയ്യേണ്ടതുണ്ട്. ഇവർക്ക് അധ്യാപകൻ നൽകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്കഫോൾഡാണ്, ഒരു കൈത്താങ്, ഒരു പിന്തുണാ പ്രവർത്തനമാണ് ഇദ്ദേഹം നൽകുന്നത് എന്ന തരത്തിലൊക്കെ ഈ സങ്കല്പം ഈ ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറി മറഞ്ഞു വന്നു. അപ്പോൾ പഠനം ആരെയാണ് കേന്ദ്രീകരിക്കുന്നത്? വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്കൂളിംഗ് എന്ന് പറയുന്ന സംവിധാനം ആരെയാണ് കേന്ദ്രീകരിക്കുന്നത്? അത് കുട്ടികളെയാണ് കേന്ദ്രീകരിക്കുന്നത്. ചൈൽഡ് സെൻറ്റേർഡാണ്. നമ്മൾ മലയാളം ഉണ്ടാക്കിയത് ശിശു കേന്ദ്രീകൃതം എന്നാണ്. എന്നാൽ ശിശു എന്ന് പറഞ്ഞാൽ ഇൻഫാൻസ് ആണ്, ബാല്യം, കൗമാരമാണ് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾ. പക്ഷേ മലയാളത്തിൽ അത് ശിശു കേന്ദ്രീകരണമുള്ള വാക്ക് ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. എന്താണെങ്കിലും കുട്ടികളെ കേന്ദ്രീകരിക്കുന്ന പഠിതാവിനെ കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പോൾ പഠിതാവാണ് കേന്ദ്രം.
പഠിതാവാണ് കേന്ദ്രം എന്ന് പറയുന്നത്. പഠിതാവ് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ പഠിതാക്കൾക്കും ഒരേപോലെയുള്ള ആളുകളായ അല്ല. ഓരോ പഠിതാവും വ്യത്യസ്തനാണ്. ആ വ്യത്യസ്തരായ പഠിതാവിൻ്റെ പഠന ശേഷിയും, പഠനശേഷി എന്ന് പറഞ്ഞാൽ പഠന വേഗത, ശേഷി എന്ന് പറയുന്നതിൽ വേഗത എന്ന് പറയും, പഠന വേഗത വ്യത്യസ്തമായിരിക്കും. അപ്പോൾ പഠന വേഗത വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഒരേ തരത്തിൽ ഒരാൾ ഇവിടെ നിന്നിട്ട് 1 മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ അത് കൊണ്ട് ഒരു ക്ലാസ് മുറിയിൽ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കണമെന്നില്ല. പ്രത്യേകിച്ചും എഴുത്ത്, വായന, കണക്കുകൂട്ടലുകൾ, ശാസ്ത്രത്തിലെ ചില സങ്കീർണമായ ആശയങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു പ്രവർത്തനമാണ് നടക്കുന്നതെങ്കിൽ സാമൂഹ്യ ശാസ്ത്രത്തിൽ ഒരുപക്ഷെ പരസ്പരം തർക്കിച്ച് എത്തിച്ചേരേണ്ട ഒരു പുതിയ ആശയത്തിലേക്കൊക്കെയാണ് നടക്കേണ്ടതെങ്കിൽ അതൊരു പ്രഭാഷണത്തിലൂടെയോ അതിനുശേഷം നടത്തുന്ന എഴുത്ത് പരീക്ഷയിലൂടെ സാധ്യമായ ഒന്നല്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ വൈവിധ്യമാർന്ന അനുഭവങ്ങളുടെ ഒരു രസഭൂമിയായി ക്ലാസ് മുറികളെ മാറ്റി തീർക്കേണ്ടതുണ്ട്. അപ്പം മാത്രമാണ് പലതരത്തിലുള്ള അനുഭവങ്ങളെ പല രീതിയിൽ സ്വാംശീകരിക്കുന്ന പലതരം തലച്ചോറുകൾക്ക് ഇടപഴകാനും അതിൽ നിന്നൊക്കെ ഒരു അറിവിനെ നിർമ്മിച്ചെടുക്കാനും സാധിക്കുമെന്നുള്ള സങ്കല്പമൊക്കെ മുന്നോട്ട് വന്നത്. എന്തായാലും പഠിതാവിൻ്റെ വ്യത്യസ്തതയും പഠിതാവിൻ്റെ പഠന വേഗതയും പഠിതാവിൻ്റെ പ്രകൃതത്തെയും അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം നമുക്കറിയാം, ഒരു ലോവർ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പ്രകൃതമേ ആയിരിക്കുകയില്ല ഒരു ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെയും. ഹയർ സെക്കൻഡറി ക്ലാസ്സിലുള്ള അഡോളസൻ്റ് എന്ന് പറയുന്ന ഘട്ടത്തിലുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്കറിയാം. ആ പ്രായഘട്ടമാകുമ്പോഴേക്കും പ്ലഷർ സീക്കിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അത് ആ ഏരിയ വളരും കൗമാരഘട്ടത്തിൽ. പക്ഷേ വിവേകപൂർവ്വം ചിന്തിക്കാനും തീരുമാനമെടുക്കാനുമുള്ള യുക്തിപൂർവമായ ചിന്തയുടെ ഭാഗം വളരണമെന്നില്ല. വളരെ വൈകാരികമായിട്ടാണ് കുട്ടി പ്രതികരിക്കുക. വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന കുട്ടിയുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കാൻ ഏതൊരാൾക്കും പറ്റും. അതിന് പ്രത്യേകിച്ചൊരു പരിശീലനവും ആവശ്യമില്ല. അതല്ല യഥാർത്ഥത്തിൽ അധ്യാപകർ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഘട്ടത്തിലുള്ള ഇത്തരത്തിലൊക്കെ പെരുമാറുന്ന കുട്ടികളുമായി എങ്ങനെയാണ് ഇടപഴകേണ്ടതെന്നത് സംബന്ധിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, ഒരു ക്രൈസിസ് ഉണ്ടായാൽ, ഒരു തർക്കമുണ്ടായാൽ, വ്യത്യസ്തമായ രൂപത്തിൽ പെരുമാറുന്ന കുട്ടികളുടെ ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിൽ വന്നാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നതിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ടുള്ളൊരു അറിവെങ്കിലും അധ്യാപകർക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് ഇന്നത്തെ കാലത്ത് ആവശ്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പ്രായഘട്ടം വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഓരോ പ്രായഘട്ടത്തിലുള്ള കുട്ടികളുടെ തലച്ചോറിൻ്റെ വളർച്ചയുടെ പ്രത്യേകത എന്താണ്, അവരുടെ ചിന്താരീതിയുടെ പ്രത്യേകത എന്താണ്, പെരുമാറ്റത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളാനും അതിനെ കണ്ടെയ്ൻ ചെയ്യാനും പറ്റുന്ന ഒരാൾ കൂടിയായിട്ട് ആണ് അധ്യാപകൻ മാറേണ്ടതുള്ളതാണ്. ശരി, അപ്പോൾ അത് ശിശു കേന്ദ്രീകൃതമായ സങ്കല്പം പ്രധാന ഒരു സംഗതിയാണ്. ഇത് ആരുടെയെങ്കിലും ഔദാര്യം കൊണ്ട് സംഭവിച്ചതാണോ, അതോ ഈ ആശയത്തിൻ്റെ ഒരു കാൽപ്പനികതയും സൗന്ദര്യവും ശാസ്ത്രീയതയും ഒക്കെ കണ്ട് അതിനകത്ത് മയങ്ങിയിട്ട് എല്ലാ ആൾക്കാരും ഇതിനെ പുണർന്നതാണെന്ന് വെച്ചാൽ അല്ല. ഇത് ലോകമെമ്പാടും നടന്നിട്ടുള്ള സമരങ്ങളുടെ റൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അവകാശ സമരങ്ങളുടെ തുടർച്ചയായിട്ട് നിയമപരമായി സംഭവിച്ചൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ യുണൈറ്റഡ് നേഷൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മേളനങ്ങളിലും അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഉടമ്പടികളും അതിൻ്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളുണ്ടായ നിയമങ്ങളും ഒക്കെ കുട്ടികൾക്ക് അനുകൂലമായി വരികയും അങ്ങനെ കുട്ടികളും മനുഷ്യരാണെന്നും അവർ ചെറിയ ആളുകളായതുകൊണ്ട് അവർക്ക് വലിയ ആളുകൾ അനുവദിച്ചു കൊടുക്കുന്ന ഔദാര്യങ്ങളിൽ മാത്രം ജീവിക്കേണ്ട ആളുകളാണെന്നുള്ളതൊക്കെ പോയിട്ട് അവർക്കും അവകാശങ്ങളുണ്ട് എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടത് ഇത്തരത്തിലുള്ള സാമൂഹ്യ മുന്നേറ്റങ്ങളുടെയും നിയമനിർമ്മാണങ്ങളുടെയും ഭാഗമായിട്ടാണ്. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ നിയമങ്ങൾക്കൊക്കെ വ്യവസ്ഥപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും കുട്ടികളുടെ അവകാശങ്ങളും അംഗീകരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, ആ നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം. അതുകൊണ്ട് കൂടിയാണ് ഈ ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം വന്നത്. അല്ലാതെ ആരുടെ ഔദാര്യം കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ മുതിർന്നവർ കുറച്ച് സൗകര്യങ്ങൾ കുട്ടികൾക്ക് അങ്ങ് അനുവദിച്ച് കൊടുത്തതൊന്നും അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം വിമർശനാവബോധം എന്നുള്ള സങ്കല്പമാണ്. ഒരാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് വേറൊരാൾ വിശ്വസിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് പാഠ്യപദ്ധതി അടിവരയിട്ട് പറയുന്നു. നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് എങ്കിൽ മാത്രമാണ് ഒരു കാര്യത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം, അന്വേഷണങ്ങൾ നടത്താം, പല സ്രോതസ്സുകളുടെ വിവരങ്ങളെ ചേർത്ത് വയ്ക്കാം, അത് വിശകലനം ചെയ്യാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കഴിവാണ് ക്രിട്ടീക്ക് എന്ന് പറയുന്നത്. വിമർശനം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല. ക്രിട്ടിക്ക് എന്ന് പറയുന്നത് ഇതാണ് സംഗതിയെങ്കിൽ അതിന് ഇപ്പോഴുള്ള സമകാലീനമായ സംഭവങ്ങളോടുകൂടി അറിവുകളോട് ചേർത്ത് വെച്ചിട്ട് നാളെ ഇത് എന്താവണം, എങ്ങനെയാവണമെന്ന് സങ്കല്പം രൂപീകരിക്കുകയാണ്. അപ്പോൾ അതൊരു വിശകലനമാണ്. ആ വിമർശനം എന്ന് പറയുന്നത് വിശകലനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഒരു വിമർശനാവബോധത്തിൽ നിന്നിട്ടാണ് കുട്ടികൾ അറിവിനെ സ്വാംശീകരിക്കുന്നത്. അല്ലാതെ പാഠപുസ്തകം എന്ന് പറയുന്ന ഒരു വേദപുസ്തകമല്ല, ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതോ തെറ്റില്ലാത്തതോ അല്ല. അധ്യാപകൻ എന്ന് പറയുന്നത് എല്ലാം അറിയാവുന്ന ഒരാളുമല്ല. അധ്യാപകൻ എന്ന് പറയുന്നത് കാലത്തിൻ്റെ പ്രതിനിധിയായതുകൊണ്ട് അയാൾ ജീവിച്ച കാലത്തും അയാൾ മനസ്സിലാക്കിയതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള
അന്ധമായ വിശ്വാസങ്ങളും ഒക്കെ അയാൾ പിന്തുടരുന്നുണ്ടാവും. ചിലപ്പോൾ ആചാരങ്ങളൊക്കെ പിന്തുടരുന്നു. സ്കൂളെന്ന് പറയുന്ന സിസ്റ്റവും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ ആചാരങ്ങളെ പിന്തുടരുന്നതായിരിക്കും. കാരണം നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എപ്പോഴും വളരെ വളരെ പുരോഗമനപരമായി മാത്രം നടക്കുന്നൊരു സംഗതിയേ അല്ല. വിദ്യാഭ്യാസത്തെ അധികാരം അതിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ 3 തരത്തിൽ വിദ്യാഭ്യാസം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, അതീശത്വം പുലർത്തുന്ന ആശയങ്ങളുടെ വ്യാപനത്തിന് വേണ്ടി അധികാരം വിദ്യാഭ്യാസം ഉപയോഗിക്കും. അപ്പോൾ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ആശയത്തിലൂടെ അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഭരിക്കുന്നെങ്കിൽ അവർ പാരമ്പര്യത്തെയും ആചാരങ്ങളെയും പാലിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയും ആളുകളെ വർഗീയമായി വേർതിരിക്കുകയും അവരെ തമ്മിൽ എന്താ പറയുക, ഒരാൾക്ക് വേറൊരാളെ വെറുക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുകയും ആ ആശയങ്ങൾ പാഠപുസ്തകത്തിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ, ദേശീയ തലത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളും നയങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്കിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അതീശത്വം പുലർത്തുന്ന ആശയങ്ങളുടെ വ്യാപനത്തിനു വേണ്ടി അധികാരം വിദ്യാഭ്യാസത്തെ ഉപയോഗിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ എല്ലായ്പ്പോഴും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിഷ്കളങ്കമായി അറിവ് നേടി വിദ്യ നേടി സമ്പന്നരാകാൻ വേണ്ടി നടത്തുന്നൊരു പരിപാടിയൊന്നും അല്ല. രണ്ടാമത്തെ കാര്യം, കോർപ്പറേറ്റുകൾ, മൂലധന ശക്തികൾ ഇതിനെ സമ്മതി നിർമ്മിതിക്കുള്ള ഉപാധിയായിട്ട് ഉപയോഗിക്കും. മാനുഫാക്ചർ ഓഫ് കൺസെൻറ്റ് എന്നാണ് നമ്മൾ അതിനെ പറയുക. കാരണം അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവർക്കൊക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ടും വാങ്ങൽ ശേഷി ഉണ്ടാവുക. അപ്പോൾ അവരെ കൊണ്ട് ഒരു സാധനം വാങ്ങിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അവരെ കൊണ്ട് ഞാനിത് വാങ്ങിക്കൊള്ളാനുള്ള സമ്മതം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അത് പലതരത്തിലുള്ള പരസ്യങ്ങളുടെയും പലതരത്തിലുള്ള സാമൂഹ്യ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനൊരു സാധനം മാർക്കറ്റിലുണ്ട്, ഇത് വാങ്ങിക്കേണ്ടതാണ്, വാങ്ങിക്കുന്നത് നിങ്ങളുടെ അഭിമാനത്തിൻ്റെയും കൂടി പ്രശ്നമാണ് എന്നൊക്കെയുള്ള രീതിയിലൊരു സമ്മതി നിർമ്മിതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മാനുഫാക്ചർ ഓഫ് കൺസെൻറ്റിന് വേണ്ടി വിദ്യാഭ്യാസത്തെ മൂലധന ശക്തികൾ ഉപയോഗിക്കും. മൂന്നാമതായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത് ഈ ഭരണകർത്താക്കളായിട്ടുള്ള ബ്യൂറോക്രാറ്റുകളാണ്. അവർ ആണ് ഒരു പക്ഷേ നിലനിൽക്കുന്ന വ്യവസ്ഥയുടെ ഏറ്റവും നല്ല ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് നല്ല സാമൂഹ്യ പദവിയും നല്ല ശമ്പളമൊക്കെ ഉള്ള ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലമുറ, അവരുടെ തുടർച്ചകൾ ഇങ്ങനെ നിന്ന് പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവരുണ്ടാവുക. അപ്പോൾ അവരെപ്പോഴും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വ്യവസ്ഥിതിയെ നിലനിർത്താനുള്ള ഉപാധിയായിട്ട് ഉപയോഗിക്കും. അപ്പോൾ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുക, വ്യവസ്ഥിതിയെ മാറ്റി തീർക്കുക, അതിനെ പരിഷ്കരിക്കുക, ഇതൊന്നും ഈ വിദ്യാഭ്യാസത്തിൽ അടക്കം ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ഉദ്യോഗസ്ഥ തലങ്ങളിൽ വിവിധ തലങ്ങളിൽ ഇരുന്ന് അധികാരവും പണവും സാമൂഹ്യ അംഗീകാരവും ഒക്കെ ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ വ്യവസ്ഥിതിയിൽ മാറ്റം വരുത്തുക, സമത്വം ഉണ്ടാകുക എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അവർക്കതൊന്നും മാനസികമായിട്ട് അംഗീകരിക്കാനും പറ്റുകയില്ല. അതുകൊണ്ട് അവരെപ്പോഴും വ്യവസ്ഥിതി അതേപടി തന്നെ നിലനിർത്താനും വിദ്യാഭ്യാസം അതനുസരിച്ച് തന്നെ കൊണ്ടുപോകാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തുള്ള ഈ ചലനങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. അധികാരം അതീശ ആശയങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. മൂലധന ശക്തികൾ ഇതിനെ സമ്മതി നിർമ്മിക്കുള്ള ഉപാധിയായിട്ട് ഉപയോഗിക്കും. പിന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇരിക്കുന്ന അധികാരവും പണവും അല്ലെങ്കിൽ സാമൂഹ്യ പദവിയുമുള്ള ആളുകൾ വ്യവസ്ഥയെ അതേപടി തന്നെ ഈ തട്ടുതിരിഞ്ഞുള്ള ജീവിത വ്യവസ്ഥയെ, ശ്രേണീകൃതമായ സാമൂഹ്യ ഘടനയെ അങ്ങനെ തന്നെ നിലനിർത്താൻ അവരും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് വേണം ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റി എന്നുള്ള സങ്കല്പം നമുക്ക് മുന്നോട്ട് വെക്കാൻ. അപ്പോൾ അതിന് വലിയ പിന്തുണയൊന്നും സ്വാഭാവികം കിട്ടാത്തതും ഇതിനകത്തൊരു ഈ വിദ്യാഭ്യാസം സംബന്ധിച്ച പുത്തനാശയങ്ങളുടെ വ്യാപനം ഇന്നും തട്ടിത്തടഞ്ഞ് നിൽക്കുന്നതിനൊരു കാരണം ഒരുപക്ഷെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം എന്നുള്ള സങ്കല്പമുണ്ട്. പരിസ്ഥിതി സൗഹൃദം നമുക്കറിയാം മുൻപുണ്ടായിരുന്ന തരത്തിലുള്ള ഒരു പരിസ്ഥിതി ആശയമല്ല. പരിസ്ഥിതി സങ്കല്പത്തിനകത്തൊരു ഇരട്ട ജീവിതത്തിൻ്റെ പ്രശ്നമുണ്ട് എന്ന് നമുക്കിന്ന് അറിയാം. നമ്മൾ ഒരു മൗലികമായ പരിസ്ഥിതി വാദം മുന്നോട്ട് വെക്കുന്ന ഒരു സ്വഭാവം മുൻപുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇപ്പോഴും നമ്മൾ ഈ പരിസ്ഥിതി പറയുന്ന ആളുകളുടെ കൂടെ നടക്കുകയും അവർ പറയുന്നത് കേൾക്കുകയും പിന്നെ അവരുടെ പ്രവൃത്തി കാണുകയും ചെയ്യുമ്പോൾ മറ്റു പഴയ കുഞ്ചൻ നമ്പ്യാരുടെ വരികൾ ഓർമ്മ വരും. പറയുവതിഹ ചെയ്യുകയും വയ്യ, ചെയ്യുവതിഹ പറയുകയും വയ്യ എന്നുള്ളൊരു ഇരട്ട ജീവിത പ്രതിസന്ധിയിൽ പലപ്പോഴും ആളുകൾ പെട്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ പ്രകൃതിയുമായിട്ട് ഇടപഴകാതെയും പ്രകൃതിയിലുള്ള വിഭവങ്ങൾ പ്രയോജനപ്പെടുത്താതെയും മനുഷ്യ പുരോഗതി സാധ്യമല്ല എന്ന് നമുക്കറിയാം. അതിനെ ഏറ്റവും അധികം നമ്മുടെ പരിസ്ഥിതിക്ക് പരിക്കേൽക്കാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. പഴയ രീതിയിലുള്ള കാടയുടെ മക്കളെ എന്നുള്ള കവിതയ്ക്കൊന്നും ഇന്ന് വലിയ പ്രസക്തിയില്ല നമുക്കറിയാം. കാടൊക്കെ അത്യാവശ്യം നമ്മൾ സംരക്ഷിച്ചിട്ടുണ്ട്. മനുഷ്യരെ കേന്ദ്രീകരിച്ചുകൊണ്ടും മനുഷ്യ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പരിസ്ഥിതി ബോധത്തെ മാത്രമേ നമുക്കിന്ന് അനുകൂലിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഒരു കോൺഫ്ലിക്റ്റിലായിട്ടുള്ള അനിമൽസ്
പ്രശ്നങ്ങൾ ഇന്ന് വളരെയധികം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് അനിമലിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വളരെ ശാസ്ത്രീയമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ ജീവൻ പണയം വെച്ച് അത് ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാതെ ഈ അരിക്കൊമ്പന് വാസസ്ഥലം വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നാട്ടിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്ന പരിസ്ഥിതിവാദികളെ നമുക്ക് ഒരു തരത്തിലും പിന്തുണയ്ക്കാൻ ഇന്ന് സാധ്യമല്ല. അത് ശാസ്ത്രീയമായിട്ടൊരു പരിസ്ഥിതി സങ്കല്പമാണെന്ന് പറയാനേ പറ്റില്ല. അപ്പോൾ ഈ പരിസ്ഥിതി സങ്കല്പം എന്ന് പറയുന്നതിനെ ഈ മൗലിക പരിസ്ഥിതിവാദത്തിൽ മോചിപ്പിക്കുകയും കുറേ കൂടി നമ്മളുടെ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ വെച്ചുകൊണ്ടുള്ള പരിസ്ഥിതി സങ്കല്പമായിട്ട് വികസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ലിംഗനീതിയെ സങ്കല്പമുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നിന്ന് എത്രയോ മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്ന് കുട്ടികളുള്ളത്. ഈ ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സൊക്കെ അധികമാണ്. പുക കൂടിയിട്ട് നടക്കാൻ വയ്യ, പുക എന്ന് പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ള മലയാളം, നടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് വിമർശനം വരുന്നത് അത് ശരിയാണ്. പക്ഷേ എന്നാലും ഇത്തരത്തിലുള്ള ഇപ്പോൾ ബോഡി ഷെയ്മിങ് മോശമാണെന്ന് എന്നോട് പറഞ്ഞത് എൻ്റെ കുട്ടികളാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് തടിയൻ, തടിച്ച്, കറുത്തൻ, വെളുത്തൻ, മുടിയിൽ ഇത് ഒക്കെ നോർമൽ, സാധാരണ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ വിളിച്ചിരുന്ന കാര്യമാണ്. പക്ഷേ ഇന്ന് എൻ്റെ മകളോട് ഞാനങ്ങനെ പറഞ്ഞാൽ അവൾ ചിലപ്പോൾ എന്നെ ചീത്ത വിളിക്കുകയും കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ മുഖത്തടിക്കുകയും ചെയ്യും. അവരതിനകത്ത് വളരെയധികം ഇക്കാര്യത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ പുതിയ തലമുറയിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടതുണ്ട്. മുതിർന്ന ആളുകളെ, സദാചാരവാദികളെ ചൂണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നൊന്നും പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് നമ്മളോട് പറഞ്ഞത് പുതിയ തലമുറ തന്നെയാണ്. പുതിയ തലമുറ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മറ്റൊന്ന് ഈ ഭാഷാ സമഗ്രതാ ദർശനം എന്ന സങ്കല്പമാണ്. നമുക്കറിയാം, ഒരു കുട്ടി ഭാഷ പഠിക്കുന്നത് മൂർത്തമായിട്ടുള്ള ആശയത്തിൽ നിന്നാണെന്നാണ് ഈ സങ്കല്പം പറയുന്നത്. അക്ഷരം കുട്ടിയെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് അക്ഷരം എഴുതുന്നൊരു കുട്ടി, പ്രത്യേകിച്ചും മലയാളത്തിലെ വട്ടെഴുത്ത് പോലെ വളരെ സങ്കീർണമായ എഴുത്ത് രീതിയിലുള്ള ഒരു ഭാഷയിൽ അക്ഷരം എഴുതുന്നൊരു കുട്ടിയെ സംബന്ധിച്ച് അത് ചിത്രം മാത്രമാണ്. അതൊരു പ്രത്യേകിച്ച് അതിനൊരു അർത്ഥവും അത് വഹിക്കുന്നില്ല. ഒരർത്ഥവും വഹിക്കാത്ത ഒരു ചിത്രം എന്നുള്ള രീതിയിൽ അക്ഷരം ആവർത്തിച്ചെഴുതി പഠിക്കുന്ന രീതിയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അത് നമ്മൾ അങ്ങനെ തുടർന്ന് വന്നതേ ഉള്ളൂ. അതിന് പിന്നൊന്നും പഠിച്ചിരുന്നില്ല. പക്ഷേ പിന്നെയാണ് ഉള്ളിൽ ഭാഷയുള്ള കുട്ടി എന്നുള്ള സങ്കല്പമൊക്കെ വരികയും അത് നമ്മൾ നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. ഏറ്റവും ലളിതമായിട്ട് നമുക്കെല്ലാം നിരീക്ഷിക്കാവുന്നൊരു കാര്യം, നമ്മൾ കുട്ടികളോട് കൊഞ്ചി സംസാരിക്കുന്നു, ഇല്ലാത്ത വാക്കുകൾ ഉണ്ടാക്കി പറയുന്നു, കുട്ടിയോട് വളരെ ചെറിയ വാക്കുകൾ പറയുന്നു. ഇങ്ങനെ തെറ്റായ ഭാഷയാണ് വളർന്നു വരുന്ന കുട്ടികളോട് ചുറ്റുമുള്ള മനുഷ്യരൊക്കെ സംസാരിക്കുകയെങ്കിലും ഒരു പ്രായം കഴിയുമ്പോൾ കുട്ടി തിരിച്ചിങ്ങോട്ട് വ്യാകരണബദ്ധമായ വാചകങ്ങൾ തിരിച്ചിങ്ങോട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കേട്ട് വളരുന്ന ഭാഷ തിരിച്ച് പ്രയോഗിക്കാനുള്ള ശേഷി കുട്ടിക്കുള്ളതിന് കാരണം എല്ലാ കുട്ടികളുടെയും എല്ലാ മനുഷ്യരുടെയും തലച്ചോറിൽ ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് എന്ന് പറയുന്ന ഒരു സാധ്യതയുണ്ട്. അതൊരു ഡിവൈസ് എന്ന് പറയുമ്പോൾ ഒരു മെഷീനൊന്നുമല്ല, അത് തലച്ചോറിൻ്റെ ഒരു സാധ്യതയാണ്. അപ്പോൾ വീട്ടുഭാഷ ഏതാണ്? മാതൃഭാഷ എന്ന് പറയുന്നത് തെറ്റുണ്ട്. കാരണം അമ്മ പണിക്ക് പോവുകയും ആയാണ് കുട്ടിയെ നോക്കുകയും ചെയ്യുന്നതെങ്കിൽ ധോണിയുടെ കുട്ടി മലയാളം പാട്ട് പാടും. കാരണം എന്താണ്? വീട്ടുഭാഷ എന്താണ്? കുട്ടി കേൾക്കുന്ന ഭാഷ എന്താണ്? അതാണ് കുട്ടിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഷ കുട്ടി തിരിച്ചിങ്ങോട്ട് പറയുമെന്നുള്ളത് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ഉള്ളിൽ ഭാഷയുള്ള കുട്ടികളാണ്. അവരോട് മൂർത്തമായൊരു സാഹചര്യമാണ് പരിചയപ്പെടുത്തേണ്ടത്. താര അരി വിതറി എന്ന് പറയുമ്പോൾ താര എന്ന് പറയുന്നൊരു കുട്ടിയും അരി എന്ന് പറയുന്ന സാധനവും വിതറി എന്നുള്ള പ്രവൃത്തിയും കുട്ടി മനസ്സിലാക്കുന്നു. ആ താര അരി വിതറി എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആ വാചകം മനസ്സിലാക്കുകയും അതിൽ നിന്ന് വാക്കിലേക്ക് താര എന്ന് പറയുന്ന ഒരാൾ, അരി എന്ന് പറയുന്ന സാധനം, വിതറി എന്ന പ്രവൃത്തി അതിലേക്ക് പോവുകയും അതിൽ നിന്ന് താര എന്ന പേരിലേക്കും അതിൽ നിന്ന് ത എന്ന അക്ഷരത്തിലേക്കും ആ അക്ഷരം ചേർത്ത് വെച്ചാൽ താര എന്ന പേരാണെന്നുള്ളതിലേക്കും വീണ്ടും തിരിച്ച് ആ വാചകങ്ങളിലേക്കും വരികയും ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് ഒരു പക്ഷേ സമഗ്ര ഭാഷാ ദർശനത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഭാഷാ പഠനത്തിൽ നമ്മൾ പിന്തുടർന്നത്. അങ്ങനെയാണ് അക്ഷരം പോയി എന്ന് പറഞ്ഞിട്ടൊരു വേവലാതി, ഒരു നിലവിളി പല സ്ഥലത്തുനിന്നും ഉയർന്നു കേട്ടത്. പക്ഷേ അക്ഷരം എവിടെ പോകാനാണ്? അക്ഷരം എവിടെയും പോയിട്ടില്ല. താര അരി വിതറിയിൽ അക്ഷരമുണ്ട്, അതിന് താഴേക്കുള്ള എല്ലായിടത്തും അക്ഷരമുണ്ട്. അതൊരു മാലയായിട്ട് ഇങ്ങനെ പെറുക്കി വെച്ചിട്ട് ആ മാല അതേപടി പഠിച്ചിട്ട് അത് എഞ്ചുപടിയൊക്കെ ആയിട്ട് പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ അക്ഷരങ്ങൾ 2ാം ക്ലാസ് ആകുമ്പോഴേക്കും കുട്ടികൾ എല്ലാ അക്ഷരങ്ങളും കടന്നു പോകുന്ന രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ അക്ഷരം പോയതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്നുള്ള ഒരു വ്യാജമായിട്ടുള്ള ഒരു എന്താ പറയുക നിലവിളി നമ്മളുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. കുറേ ആളുകൾ അതിന് കുടപിടിച്ചു, അക്ഷരം തിരിച്ചു, എല്ലാം ആയി എന്നുള്ളതൊരു ആശ്വാസ ശബ്ദങ്ങൾ നിശ്വാസം കേട്ടു. വിദ്യാഭ്യാസത്തിൽ വലിയൊരു പ്രശ്നം ഇതാ ഞങ്ങൾ ഇടപെട്ട് പരിഹരിച്ചിരിക്കുന്നു എന്ന് അതിന് നേതൃത്വം നൽകിയ ആളുകൾ പറയാൻ തുടങ്ങി. അവരാരും പക്ഷേ ഈ മാറ്റം എന്താണ് എന്ന് പരിശോധിക്കാൻ പോയില്ല എന്ന് മാത്രമല്ല, അതിന് വലിയ നേതൃത്വം നൽകിയ ഒരു സർവകലാശാല പ്രൊഫസർ ഒരു ദിവസം നമ്മൾ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ റേഡിയോ കേൾക്കുമല്ലോ, റേഡിയോയിൽ ഇങ്ങനെ പ്രഭാഷണം കേട്ടു. അപ്പോൾ ഒന്ന് ഇദ്ദേഹമാണ്, 2 LP സ്കൂളിൽ എനിക്ക് കേട്ടിട്ടേ അറിഞ്ഞിട്ടേ ഇല്ലാത്ത ഒരു ടീച്ചറുമാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് വലിയ കൗതുകം തോന്നി. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, എന്നെ പഠിപ്പിച്ചിരുന്ന ആ സാറുണ്ടല്ലോ, ആ സാറൊക്കെ അടിച്ച് പഠിപ്പിച്ചു, അത് ഞാൻ ഇന്നും മറന്നിട്ടില്ല, ആ പാട്ടൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അന്ന് ഞങ്ങൾ എല്ലാവരും പഠിക്കുമായിരുന്നു എന്നൊക്കെ
ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് എനിക്ക് ആളറിയാത്ത കേരളത്തിലെ ഏതോ ഒരു LP വിദ്യാലയത്തിലെ ഒരു ടീച്ചർ വളരെ മനോഹരമായിട്ട് അവരുടെ ക്ലാസ് മുറിയിൽ നടക്കുന്ന പ്രക്രിയ എന്താണ്, ഈ പ്രക്രിയകൾ എങ്ങനെയാണ് കുട്ടികളിതെല്ലാം പഠിച്ചു വരുന്നതെന്ന് വിശദീകരിക്കുകയും ചെയ്തു. അവർ പക്ഷേ സർവകലാശാല റിട്ടയർ ചെയ്ത സർവകലാശാല അധ്യാപൻ അദ്ദേഹം പഠിച്ച കാലത്തെ ഈ ഭൂതകാല കുളിരുമായി ഇങ്ങനെ നടക്കുന്നല്ലാതെ ഈ ടീച്ചർ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാനോ അത് കേൾക്കാനോ പോലും ശ്രമിച്ചിട്ടില്ല എന്ന് പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് കേൾക്കാനും പോകുന്നില്ല, പഠിക്കാനും പോകുന്നില്ല, അവർ തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള വ്യാജമായിട്ടുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതും മനസ്സിലാക്കാതെ എന്നുള്ളത് മറ്റൊന്ന് ഇതിനകത്ത് ശാസ്ത്രീയ മനോവൃത്തി എന്നുള്ള സംഭവമാണ്. സയൻറ്റിഫിക് ടെമ്പറമെൻ്റ് എന്നുള്ളതാണ്. നമുക്ക് 47 ശേഷമാണ് ആ വാക്ക് പ്രചാരത്തിൽ വന്നത്. പക്ഷേ അതിനിപ്പോഴും വലിയ തടസ്സം നമ്മുടെ മുന്നിലുണ്ട് എന്ന് നമുക്കറിയാം. കാരണം നെഹ്റു ഇതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം ഇത്തരത്തിലുള്ള സയൻറ്റിഫിക് സൊസൈറ്റി രൂപീകരിക്കാൻ ശ്രമിച്ചതും അത് അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ പരാജയപ്പെട്ടു പോയതൊക്കെ ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നെഹ്റുവിനെക്കുറിച്ച് പറയുന്നൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നൊരു ദിവ്യൻ ഒരിക്കൽ അദ്ദേഹത്തെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൂപ്പര് ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഈ ഭസ്മവും ആപ്പിളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു 4 ചാക്ക് അരിയോ കുറച്ച് ഗോതമ്പൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചാളുടെ പട്ടിണി മാറ്റാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ വലിയ എന്താ പറയുന്നത് ദൈവത്തെ ഒരു പ്രധാനമന്ത്രി അപമാനിച്ചു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് ഒരു കളങ്കമായി തോന്നിയതുകൊണ്ടോ ആവണം പിന്നീട് വന്ന പ്രധാനമന്ത്രിമാർ ഒരു ദൈവവും ആവശ്യപ്പെടാതെ തന്നെ അവരെവിടെയുണ്ടെന്ന് അന്വേഷിച്ച് പോയി അവരുടെ കാൽക്കൽ പോയി വീണുകൊണ്ട് അതിന് പ്രായശ്ചിത്തം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അന്ന് നെഹ്റു ചെയ്തതിന് ഇന്നിങ്ങനെ ആളുകൾ നിരന്തരമായി പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഈ നേതാക്കളുടെ ഇടയിൽ മാത്രം ഉണ്ടായിട്ടുള്ളൊരു സംഗതിയായിട്ടൊന്നും തന്നെ പറയാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും ശാസ്ത്രജ്ഞർ പിന്തുടരുന്ന അന്ധവിശ്വാസത്തെക്കുറിച്ച് പറയാറുണ്ട്. ശാസ്ത്രജ്ഞർ അന്ധവിശ്വാസം എന്ന് പറയുന്നത് വലിയൊരു കഥ തന്നെയാണ്. അത് പ്രഗത്ഭരായ ശാസ്ത്രജ്ഞർക്കൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പലരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താ പറയുക, നമ്മൾ മഞ്ജുൾ ഭാർഗവയും അതുപോലെ തന്നെ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ചരിത്രകാരനും സതീഷ് ധവാനും ഒക്കെ ചേർന്നിട്ട് ഇന്ത്യൻ സയൻസ് ടെമ്പർ സൊസൈറ്റി, അങ്ങനെ ഒരു പേരിലോ മറ്റൊരു സൊസൈറ്റി ഈ ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾ ചേർത്തുണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. 1964 ആ ശ്രമം നടന്നത്. പക്ഷേ ആ സംഘടന ഉണ്ടായെങ്കിലല്ലേ തകരാൻ പറ്റും. ഉണ്ടായതില്ല. കാരണം എന്താണ്, അതിൽ ചേരാൻ വേണ്ടിയിട്ട് ഒരു സത്യപ്രസ്താവന എഴുതി കൊടുക്കും. സത്യപ്രസ്താവനയിൽ പറയുന്നത് നമ്മൾ കാണുന്ന ഈ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം നമ്മൾ ആർജിക്കേണ്ടത് മനുഷ്യരുടെ പ്രയത്നം കൊണ്ടാണ്. നമ്മളുടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കേണ്ടതും മനുഷ്യരുടെ പ്രയത്നം കൊണ്ടാണ്. അല്ലാതെ അമാനുഷികമായ അതീന്ദ്രിതമായ ശക്തി കൊണ്ട് നമ്മൾ കാണുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്നൊരു സത്യപ്രസ്താവന എഴുതിക്കൊണ്ട് വേണം ഇതിൽ അംഗമാകാൻ. ആ പ്രസ്താവന വായിച്ചിട്ട് നമ്മുടെ രാജ്യത്തെ ഒരു ശാസ്ത്രജ്ഞനും അത് എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ആ സംഘടന രൂപീകരിക്കാനോ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ പോയതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഈ ശാസ്ത്രകാരന്മാരുടെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ സിദ്ധാന്തങ്ങളല്ല, അത് ജ്യോതിഷമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ നാടായിരുന്നു ഇന്ത്യ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമയം പോലും നിശ്ചയിച്ചതിന് പിന്നിൽ അതുണ്ട് എന്ന് നമുക്കറിയാം. ഇന്നും കാര്യങ്ങൾ അവിടെ ഒന്നും മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ പുസ്തകത്തിലെ ഈ ശാസ്ത്രീയ മനോവൃത്തി സംബന്ധിച്ച ആശയങ്ങൾ ഇന്നും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് കുറച്ച് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ പാഠ്യപദ്ധതിയുടെ പിന്നിലുള്ള അടിസ്ഥാന ദർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതൊന്ന് പറഞ്ഞു പോയതാണ്. ഈ ദർശനങ്ങളെ വച്ചുകൊണ്ടാണ്, അതിൽ നിന്നുകൊണ്ടാണ് പാഠ്യപദ്ധതി എന്ന് പറയുന്ന സംഗതി രൂപീകരിക്കുന്നു. അവസാനം അത് പാഠപുസ്തകമായി മാറുന്നു. അത് കുട്ടികളുടെ മുമ്പിൽ അധ്യാപകൻ എന്ന് പറയുന്ന ഒരു മീഡിയേറ്റർ നിന്നുകൊണ്ട് അതിനെ വിനിമയം ചെയ്യുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ അധ്യാപകൻ പഠിപ്പിക്കുന്ന ഒരു പാഠമാണെങ്കിലും അത് പറയുന്ന പോലെ മാർത്താണ്ഡവർമ്മയിലെ ഒരു പാഠമോ അല്ലെങ്കിൽ വള്ളത്തോളിൻ്റെ വരികളോ ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഹിഡനായിട്ടുള്ളത് ഈ ആശയങ്ങൾ, ഈ ദർശനങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ളൊരു വഴി മാത്രമായിട്ടാണ് യഥാർത്ഥത്തിൽ പാഠപുസ്തകങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അല്ല പാഠപുസ്തകത്തിലുള്ള കുറേ കാര്യങ്ങൾ കാണാതെ പഠിക്കുകയും അത് വെച്ച് പരീക്ഷ എഴുതുകയും ചെയ്യുക എന്നുള്ളത് കേവലമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. അതിനു വേണ്ടിയിട്ട് ഇത്രയും വലിയ സംവിധാനത്തിൻ്റെ ഒരാവശ്യമില്ല. അതൊരു കോച്ചിങ് ആണ്. അത് ചെറിയ കെട്ടിടങ്ങളിൽ ഒരു സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഒരു 10ാം ക്ലാസ്സോ പ്രീ ഡിഗ്രിയോ കഴിഞ്ഞ ആളുകൾ പോലും ട്യൂഷൻ ക്ലാസ് ആയിട്ട് അതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ട്യൂഷൻ ടീച്ചർ ചെയ്യേണ്ട ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ ഇത്രയും വിപുലമായ സംവിധാനത്തിലുള്ള അധ്യാപകർ ചെയ്യേണ്ടത് നമുക്കറിയാം. അപ്പോൾ കേരളവും സ്കൂൾ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളും എന്ന് പറഞ്ഞിട്ട് KCF കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2023 പുറത്തിറക്കിയ രേഖ പറയുന്ന ഒരു കാര്യം, ഒരു ആശയം ഞാനൊന്ന് വായിക്കാം. എന്താണ് കേരളത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചാൽ, ശാസ്ത്രത്തിൻ്റെ രീതി ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും തൻ്റെയും ചുറ്റുപാടിലെയും വിവിധങ്ങളായ പ്രശ്നങ്ങളെ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമീപിക്കുവാനും യുക്തിപൂർവവും വിവേകപൂർവവും നിർദ്ധാരണം ചെയ്യുവാനും
ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മുൻവിധികളുടെയും സ്വാധീനത്തിൽ നിന്ന് മോചിതരാകുന്നതിനും വിദ്യാഭ്യാസത്തിലൂടെ കഴിയേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2023 മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യങ്ങളിലൊന്ന്. അപ്പോൾ പല പാഠങ്ങൾ പഠിപ്പിക്കുന്നതിലൂടെ നമ്മൾ എത്തിച്ചേരാൻ ശ്രമിക്കുന്ന ലക്ഷ്യം ഇതാണ്. പക്ഷേ ഓരോരുത്തരോട് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങളായിരിക്കും കിട്ടുക. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളോ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്, ഇവരെങ്കിലും രക്ഷപ്പെടട്ടെ എന്നായിരിക്കും അയാൾ പറയാം. അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ വലിയ മാർക്ക്, ഇന്നത്തെ വലിയ സ്കോർ, ഇന്ന് കിട്ടുന്ന വലിയ നാളത്തെ വലിയ ഉദ്യോഗവും വലിയൊരു ശമ്പളവും എന്ന ഒരു സമവാക്യമാണ് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഓരോ ആളുകളും വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെ പല രീതിയിൽ വ്യാഖ്യാനിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് അവരുടെ കാഴ്ചപ്പാടിലും സമീപനത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതനുസരിച്ച് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആളുകൾ പറയുന്ന അഭിപ്രായത്തിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാനൊരു സ്കൂളിൽ ഒരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് വേണ്ടി പോയപ്പോൾ അവിടുത്തെ ടീച്ചർ അത് കഴിഞ്ഞ് വന്ന് പറഞ്ഞു, സാറേ ഇപ്പോൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്ത് പറ്റി? അത് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് ചോദിച്ചു. അതിനെന്താണ്? അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ വലിയ ധാരണ ഉള്ള ആളാണ്. അപ്പോൾ ചോദിച്ചു വന്നപ്പോൾ പുള്ളി ഒരു സയൻറ്റിസ്റ്റാണ്, ഒരു സ്ഥലത്ത് എർത്ത് സയൻസ് ആണ് പുള്ളിയുടെ വിഷയം. പുള്ളി സയൻറ്റിസ്റ്റായി ജോലി ചെയ്യുകയാണ്. അപ്പോൾ ടീച്ചറെ കൂട്ടാൻ വേണ്ടി 5 മണിക്ക് വരും. 4:45 15 മിനിറ്റ് സമയമേ ഉള്ളൂ. എപ്പോഴും ഇവിടെ വന്നിട്ട് നമ്മുടെ അധ്യാപകരോടും നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ സാർ ഒരുപാട് ആശയങ്ങൾ പറയാറുണ്ട്. സാർ SCRT ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തന ആളില്ല. അപ്പോൾ ഞാൻ ശരിയാണ്, നമ്മൾ വിദ്യാഭ്യാസത്തെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിരന്തരം കാണി അതിനെങ്ങനെ വിമർശിക്കുകയും അതിനെയൊക്കെ മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യുന്ന ആലോചിക്കുക. അപ്പോൾ ഒരു ആശയം കിട്ടിയാൽ നമുക്ക് നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ കരുതി അങ്ങനെ പുതിയ ആശയം കിട്ടുന്ന ഒരാളെ കണ്ടിട്ടേ പോകുന്നുള്ളത് കരുതി ഞാനവിടെ ഇരുന്നു. പറഞ്ഞതിൽ ഒരു 5 മിനിറ്റ് വൈകിട്ടാണല്ലോ അദ്ദേഹം വന്നു. അപ്പോൾ പരിചയപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. ഞാൻ വളരെ ആവേശത്തോടുകൂടി അദ്ദേഹത്തോട് ഇരുന്ന് സംസാരിച്ചു. പക്ഷേ സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും മനസ്സിലായത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞ ആശയങ്ങളാണ്. പുള്ളിയുടെ പ്രധാനപ്പെട്ട മൂപ്പരുടെ പ്രശ്നം എല്ലാ കുട്ടികളും ജയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുള്ളി പറയുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ കുട്ടികളും ജയിപ്പിക്കുന്ന പരിപാടി നിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ആദ്യം ഞാനത് പറഞ്ഞു നോക്കി, അതൊരു അവകാശത്തിൻ്റെ പ്രശ്നമാണ്. തോൽപ്പിക്കാൻ തുടങ്ങി ആരായിരിക്കും തോക്കുക? നമ്മൾ തിരിഞ്ഞാലോചിച്ച് നോക്കും, നമ്മുടെ കാലത്ത് തോറ്റവരാരാ? അവർ ഏത് സമൂഹത്തിൻ്റെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? അപ്പോൾ എല്ലാവരെയും ജയിപ്പിക്കാനല്ല പറയുന്നത്, എല്ലാവരെയും ജയിപ്പിക്കണം എന്നല്ല. യഥാർത്ഥത്തിൽ ആശയം എന്താണ്? ജയിക്കാനുള്ള ഒരു നിലവാരത്തിലേക്ക് അവസാനത്തെ കുട്ടിയും എത്തിക്കാൻ ആണ് ടീച്ചറോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുന്നു? അതിന് എളുപ്പവഴി കണ്ടുപിടിച്ചിട്ട് അതല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യേണ്ട ആൾ, അപ്പോൾ ക്ലാസ് മുറിയിൽ നടക്കേണ്ട ഒരു പ്രവർത്തനം യഥാർത്ഥം നടക്കാത്തതാണ് പ്രശ്നം. അല്ലാതെ ഈ കുട്ടികളെ തോൽപ്പിക്കൽ കൊണ്ട് അല്ലാതെ മറികടക്കേണ്ടതെന്ന് ആദ്യം ഞാൻ പറയാൻ ശ്രമിച്ചത് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അദ്ദേഹം മറ്റൊരു തലത്തിലാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഞാൻ കുറേ സമയത്ത് കേട്ടു. അവസാനം അദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് എൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട്. ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ എർത്ത് സയൻസിനെ കുറിച്ച് എന്നോട് അഭിപ്രായം പറയാൻ പറഞ്ഞാൽ ഞാൻ പറയുന്ന ഏകദേശം ഇങ്ങനെ ഉണ്ടാവും എന്നുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഈ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടും ഈ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് സൈദ്ധാന്തികവും ദാർശനികവുമായിട്ടുള്ള മാറ്റങ്ങൾ എന്ത് എന്നുള്ളത് ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടും നമ്മളുടെ ചിന്തയും പ്രവർത്തനവും ഇപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള കുട്ടികളുടെ അവകാശങ്ങൾക്ക് വിരുദ്ധമായിട്ടും നമ്മൾ കടന്നു പോകുന്ന കാലത്തിൽ നിന്ന് നമ്മളെ ഒരുപാട് പിന്നോട്ട് വലിക്കുന്ന തരത്തിലുള്ളതുമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഉള്ള ഈ സങ്കല്പം ഇന്നിപ്പോൾ പാഠപുസ്തകം ഉണ്ടാക്കുന്ന ഏതെങ്കിലും 1-2 വിദഗ്ധർ ചേർന്നിരുന്ന് ഉണ്ടാക്കിയതാണ് എന്ന് കരുതാൻ പാടില്ല. ഇപ്പോൾ ഗാന്ധിജിയും ടാഗോർ, വിവേകാനന്ദൻ, കൊമേനിയസ്, റൂസോ, പെസ്ലോസി, ഫ്രോബൽ, പിയാഷെ, വൈഗോട്സ്കി, പ്രൗലോ ഫ്രയർ, ബ്രൂണർ തുടങ്ങിയിട്ട് അവർ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളും സങ്കല്പങ്ങളും നമ്മൾ എടുത്തു വെച്ചാൽ അതൊക്കെ ചേർത്ത് വന്നിട്ടാണ് ഒരു വിദ്യാഭ്യാസ ദർശനം രൂപപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഈ പറഞ്ഞ പ്രഭാഷകരിൽ ഒരു പ്രഭാഷകൻ പറഞ്ഞത് ഇതാണ്. ഒരു വിദഗ്ധൻ പറയുകയാണ്, താളം പാട്ടിലൂടെയാണ് ഭക്ഷണം പഠിപ്പിക്കേണ്ടത്. അങ്ങനെയല്ല, ഒരാൾ പെട്ടെന്ന് വന്നിട്ട് അദ്ദേഹം അതിൻ്റെ ഭാഗമായി നിൽക്കുന്നതേ ഉള്ളൂ. പല ആശയങ്ങൾ കൂടിക്കലർന്നുണ്ടാകുന്നൊരു സംഗതിയാണ്. അതിനൊരു ഗണനയുണ്ട്, ഒരു കാലത്തിൻ്റെ തുടർച്ചയിലാണ്. ആ തുടർച്ച എന്ന് പറയുന്നത് പൊതുവെ ലോകത്തെമ്പാടും ഉണ്ടായിട്ടുള്ള അവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള മനുഷ്യൻ്റെ നിരീക്ഷണങ്ങൾ വന്നിട്ടുള്ള മാറ്റമാണ്. സമത്വത്തെ, തുല്യതയെ, ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റിയെ സംബന്ധിച്ച സങ്കല്പങ്ങളൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനം. അല്ലാതെ ഒരാൾക്ക് പെട്ടെന്ന് തോന്നിയതോ ഒരു ഗവൺമെൻറ് പെട്ടെന്ന് തോന്നിയതായ രീതിയിലുള്ള മാറ്റങ്ങളാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പരിഗണിക്കുന്ന ഒരു കാര്യം, കുട്ടിയെ നമ്മൾ അംഗീകരിക്കുകയും വിശ്വാസത്തിലെടുക്കുകയും ചെയ്യുന്നുള്ളതാണ്. കുട്ടികളെ അംഗീകരിക്കുകയും വിശ്വാസത്തിലെടുക്കുകയും ചെയ്യാതെ ഈ പാഠ്യപദ്ധതി മുന്നോട്ട് പോകുന്ന പരിപാടിയില്ല. അടിസ്ഥാനപരമായിട്ട് കുട്ടികളെ അംഗീകരിക്കണം. പക്ഷേ കുട്ടികളുടെ പെരുമാറ്റത്തിൽ പ്രശ്നം ഉണ്ടാകും. പല പെരുമാറ്റങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ അംഗീകരിക്കാൻ പറ്റാത്ത പെരുമാറ്റം ഉണ്ടായാൽ റിജക്ട് ദ ബിഹേവിയർ ആൻഡ് ആക്സെപ്റ്റ് ദ ചൈൽഡ് എന്നാണ്. അല്ലാതെ ഒരു പെരുമാറ്റം കുട്ടിയിൽ നിന്ന് തെറ്റായി ഉണ്ടായതുകൊണ്ട് കുട്ടികളെ മോശം, തലമുറയെ മോശം, പണ്ടൊക്കെ എന്തൊരു ബഹുമാനമായിരുന്നു എന്ന് പറയുന്നത്
പണ്ടത്തെ വെണ്ടയ്ക്കൊക്കെ എന്തൊരു വലിപ്പമായിരുന്നു, പണ്ടത്തെ ഓണം എന്തൊരു ഓണമായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു അമ്മാവൻ, ഒരു തന്ത വൈബ് എന്ന് ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്ന ഒരു സംഗതി എന്ന് മാത്രമേ കരുതാൻ പറ്റൂ. അതൊരു വൈകാരികമായിട്ടുള്ള സംഗതിയാണ്. നമുക്കെല്ലാവർക്കും അങ്ങനത്തെ ഒരു ഭൂതകാലക്കുള്ളിലുണ്ട്. അത് ഗോൾഡൻ ഏജ് തിങ്കിങ് ഫാലസിയാണ്. അതുകൊണ്ട് ഒരു പ്രശ്നവും എവിടെയും പരിഹരിക്കപ്പെട്ടതായിട്ട് ചരിത്രത്തിൽ എവിടെയും ഇല്ല. ശരി, കുട്ടികൾ അംഗീകരിക്കും, വിശ്വാസത്തിലെടുക്കുന്നതാണ്. കുട്ടിയുടെ പ്രായം, പ്രകൃതം, താല്പര്യം, കാഴ്ചപ്പാട്. കുട്ടിയുടെ പ്രായം, പ്രകൃതം, കാഴ്ചപ്പാട് എന്നിവയെ മാനിക്കും വിധത്തിലുള്ളതായിരിക്കണം ഇത് എന്ന് നമ്മുടെ പാഠ്യപദ്ധതി ഊന്നി പറയുന്നുണ്ട്. കുട്ടികൾക്കും ഇതിനെയൊക്കെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളുണ്ടാവും. അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ചുറ്റുപാടുകളെ കണ്ടും കേട്ടും അറിഞ്ഞും അറിവ് നിർമ്മിക്കാൻ ഉതകുന്ന അനുഭവങ്ങൾ നൽകുന്നതാകണം എന്ന് പാഠ്യപദ്ധതി പറയുന്നു. കുട്ടികളുടെ എല്ലാ കഴിവുകളെയും കണ്ടെത്താനും വികസിപ്പിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒന്നാകണം എന്നാണ് പറയുന്നത്. അതിനെയാണ് ടാലൻറ്റ് ലാബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിശദീകരിച്ചിരുന്നത്. എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളിലും എന്തൊക്കെയോ കഴിവുണ്ട്. ഒരു കുട്ടിയിൽ ആരിലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ചില അനന്യമായിട്ടുള്ള ശേഷികൾ എല്ലാ കുട്ടികളും ഉണ്ടാകാം. പക്ഷേ നമ്മൾ എല്ലാ കുട്ടികളെ ഒരുപോലെ ആക്കണം എന്നുള്ള വിചാരത്തിൽ ഓരോ കുട്ടികളുടെ വ്യത്യസ്തമായ കഴിവുകൾ പ്രകടിപ്പിക്കാനോ കണ്ടെത്താനോ ഉള്ള അവസരം ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ പാട്ട് പാടാൻ കഴിവുള്ള ആൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടേക്കാം, നൃത്തം ചെയ്യാൻ കഴിവുള്ള ആളും ശ്രദ്ധിക്കപ്പെട്ടേക്കാം, നന്നായിട്ട് ഓടാൻ കഴിവുള്ള ആൾ ശ്രദ്ധിക്കപ്പെട്ടേക്കാം. പക്ഷെ അതല്ലാതെ എന്തെല്ലാം തരത്തിലുള്ള ശേഷികൾ മനുഷ്യൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതുമായിട്ടുള്ളതുണ്ട്. നന്നായി സംസാരിക്കാൻ കഴിയുക എന്നുള്ളത്, മറ്റുള്ളവരെ വിശ്വാസത്തിലെടുക്കാൻ അംഗീകരിക്കാൻ കഴിയുക എന്നുള്ളത്, എല്ലാവരെയും ചേർത്ത് നിർത്തി ചുരുങ്ങിയ സമയം കൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ള നേതൃഗുണമെന്ന് പറയുന്നത്, ഇതൊക്കെ നമുക്ക് ഭാവിയിൽ ഏറ്റവും ആവശ്യമുള്ള സംഗതിയാണ്. ഏത് കാര്യങ്ങൾ പഠിച്ചു വെക്കാനും ഓർത്തിരിക്കാനും മാത്രം കഴിവുള്ളവരെയാണ് നമ്മൾ എപ്പോഴും മിടുക്കരായിട്ട് വ്യാഖ്യാനിക്കുന്നത്. അവരെയാണ് നമ്മൾ പരിലാളനയോടുകൂടി വളർത്തിക്കൊണ്ട് വരുന്നത്. പക്ഷേ അവരൊക്കെ എവിടെ പോയി എന്നുള്ളത് ഞാൻ എപ്പോഴും അധ്യാപകരോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്നും ഞാൻ പറയാനുള്ള കാര്യം, എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം, ഈ തൃശ്ശൂർ നടന്നൊരു HMSൻ്റെ ഒരു പരിപാടിക്ക് അത് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ, നിങ്ങളുടെ മിടുക്കരായ ആളുകൾ പഠിച്ചു പോയിട്ടുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ അറിയപ്പെടുന്ന 2 ആളുകളുടെ പേര് പറ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഒരു ടീച്ചറാണ്. ആ ടീച്ചർ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ പേര് ആരുടേതായിരിക്കും? നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റും? IM വിജയൻ രണ്ടാമതാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് കലാഭവൻ മണി എന്നാണ്, കുറച്ച് നാൾ മുമ്പാണ്. അപ്പോൾ സാറ് പറഞ്ഞ കറക്റ്റാണ്. അത് കലാഭവൻ മണിയെന്ന് ഇവിടെ ഇരുന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ രണ്ടാമതൊരു ടീച്ചർ IM വിജയൻ്റെ പേരാണ്. അപ്പോൾ നോക്കൂ, അവിടെ എത്രയോ കളക്ടർമാരുണ്ടായി, എത്രയോ മിടുമിടുക്കരായിട്ട് എത്രയോ ആളുകളോടെ പഠിച്ചു പോയി, എത്രയോ ആളുകൾ നമ്മൾ ആഘോഷിച്ചു. അവർക്ക് എന്തെല്ലാം അംഗീകാരങ്ങൾ കിട്ടി, അവരൊക്കെ എവിടെ പോയി? അവരെ ആരെങ്കിലും ആൾ ഓർക്കുന്നില്ല. മാത്രമല്ല, തിരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ IM വിജയനും കലാഭവൻ മണിക്കും ക്ലാസ് മുറിയിലും സ്കൂളിലും കിട്ടിയിട്ടുള്ള സ്വീകാര്യത എന്തുണ്ടാവും? എത്ര ക്ലാസ്സുകളിൽ അവർ അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവും, തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടാവും, ആരൊക്കെയാൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ എന്തൊക്കെയോ ചില ഭാഗ്യങ്ങൾ കൊണ്ട്, ചില ആകസ്മികതകൾ കൊണ്ട് അവർക്ക് ഇന്ന് ഈ നിലയിലാകാൻ പറ്റി. ആളുകളുടെ മനസ്സിൽ സ്ഥാനം എത്രയോ മണിമാരും എത്രയോ വിജയന്മാരും നമ്മുടെ ക്ലാസ് മുറിയിലെ ഈ അധ്യാപകരുടെയും സമൂഹത്തിൻ്റെയും മറ്റുള്ളവരുടെയും അപമാനങ്ങൾ സഹിച്ച് ചില്ലറ പണികളൊക്കെ ചെയ്ത് ആരും അറിയാതെ എവിടെയോ മണ്ണടിഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പോൾ അവർ 2 പേരെ നമ്മൾ ഉദാഹരണം പറഞ്ഞു. അപ്പോൾ എല്ലാ തരത്തിൽ അത് പാട്ട് പാടുക എന്നാൽ ഫുട്ബോൾ കളിക്കുക എന്നുള്ളതും കുറേ കൂടി സമൂഹത്തിൽ അംഗീകരിക്കാവുന്ന ഒരു മേഖലയായിട്ട് കൂടി അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ നല്ല രാഷ്ട്രീയ പ്രവർത്തകർ വേണ്ടേ, നല്ല കവികൾ വേണ്ടേ, നല്ല ശാസ്ത്രജ്ഞർ വേണ്ടേ, നല്ല സാമൂഹ്യ പ്രവർത്തകർ വേണ്ടേ? ഇതൊന്നും ഇല്ലാതെ കുറച്ച് ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ ജന്മനായ ഒരു ശേഷി കിട്ടിയ ആളുകളെ മാത്രം ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് നമ്മൾ എന്ത് തരത്തിലുള്ള സമൂഹത്തെയാണ് സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, എൻട്രൻസ് പരീക്ഷ ഭക്തർക്ക് അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർ നമ്മളെ തല്ലാൻ പരിപാടി ചെയ്യുന്നത്. ഒരു ആശയ സംവാദത്തിന് ഒരു ആൾക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അതിന് ഈ നമ്മളുടെ ഈ സ്വതന്ത്ര ചിന്താ സമ്മേളനങ്ങൾ ചൂട്ടുപിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഒരു നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു സംഗതി. അപ്പോൾ കുട്ടികളിൽ ജനാധിപത്യ മതേതര കാഴ്ചപ്പാട്, പരിസ്ഥിതി അവബോധം, ശാസ്ത്രബോധം, ലിംഗനീതി എന്നിവ ഉളവാക്കുന്നതായിരിക്കണം നമ്മളുടെ ക്ലാസ് മുറിയിലുള്ള പ്രവർത്തനങ്ങളെന്ന് നമ്മളുടെ പാഠ്യപദ്ധതി രേഖ പറയുന്നു. സ്നേഹം, അനുതാപം, സഹവർത്തിത്വം തുടങ്ങിയ മൂല്യങ്ങൾ വളരാൻ സഹായിക്കുന്നു. ഇനി ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിനകത്തുനിന്ന് ഒരു ഘടകത്തെ മാത്രം, ശാസ്ത്ര വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് മാത്രം എടുത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് പറയുന്നത് എന്താ വെച്ചാൽ പറയാതെ അടുത്ത ഭാഗം പറയുന്നതിന് ചെറിയ പ്രശ്നമുള്ളൂ. അതുകൊണ്ടാണ് അത്ര നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യം ആവണമെന്നില്ല, കാരണം ഇത് കുറച്ച് വിദ്യാഭ്യാസത്തിൻ്റെ സൂക്ഷ്മതല ആയതുകൊണ്ട്. എങ്കിലും ഇത് പറയേണ്ടതുണ്ടെന്നുള്ളത് ഞാൻ ശാസ്ത്രത്തിൻ്റെ മാത്രം കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. ശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യമായിട്ട് നമ്മളുടെ അടിസ്ഥാന രേഖ പറയുന്നത് എന്താണ്? വ്യക്തികളുടെ അറിവ്, അന്വേഷണ മനോഭാവം, ന്യായവിധി എന്നിവയുടെ വികസനമാണ്. അതിന് ഉത്സാഹവും ക്ഷമയും ആവശ്യമാണ്. ജീവിതത്തിൻ്റെ നിരവധി സാമൂഹ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും വിലയിരുത്താനും പരിഹരിക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നു. അർത്ഥവത്തായ നിരീക്ഷണം, ന്യായവാദം, ലക്ഷ്യബോധമുള്ള ചിന്ത, ഏകാഗ്രത, വിശകലനം, സമന്വയം തുടങ്ങി എല്ലാ ബൗദ്ധിക കഴിവുകളും വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ ശാസ്ത്രപഠനം നൽകുന്നു. ഇത് പക്ഷപാതം, മുൻവിധികൾ എന്നിവ ഒഴിവാക്കുകയും വ്യക്തികളെ
അവരുടെ ബുദ്ധിയുടെ മൂർച്ച കൂട്ടാനും അവരെ ബൗദ്ധികമായി സത്യസന്ധരാക്കാനും സഹായിക്കുന്നു. അങ്ങനെ ശാസ്ത്രം അറിവിനായുള്ള ദാഹത്തെ തൃപ്തിപ്പെടുത്തുന്നു. ശാസ്ത്ര പഠന ലക്ഷ്യങ്ങൾ നിരീക്ഷണം, പരീക്ഷണം, സാമാന്യവൽക്കരണം എന്നീ ഘട്ടങ്ങളിലൂടെ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുന്ന ശാസ്ത്രരീതി ഓരോ കുട്ടിയും സ്വായത്തമാക്കുക. ശാസ്ത്രസംബന്ധമായ വസ്തുതകൾ, ആശയങ്ങൾ, തത്വങ്ങൾ, നിയമങ്ങൾ, അനുമാനങ്ങൾ എന്നിവ പരീക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങൾ, ചർച്ച, സംവാദങ്ങൾ, പ്രോജക്റ്റ് പ്രവർത്തനങ്ങൾ, പഠനയാത്ര തുടങ്ങിയവയിലൂടെ സ്വാഭാവികമായി കുട്ടികളെ രൂപപ്പെടുത്തുക. നിരീക്ഷണം, വർഗീകരണം, പരീക്ഷണം, രൂപകൽപ്പന ചെയ്യൽ, അളക്കലും രേഖപ്പെടുത്തലും, പ്രശ്നപരിഹരണത്തിന് ഉതകുന്ന വിധം വിവരങ്ങൾ വിശകലനം ചെയ്യൽ, നിഗമനങ്ങളിൽ എത്തിച്ചേരൽ, പ്രവചനം, ആശയങ്ങളും കണ്ടെത്തലുകളും വ്യക്തമായി ഫലപ്രദമായി വിനിമയം ചെയ്യൽ, പ്രശ്നപരിഹാരം തുടങ്ങിയ പ്രക്രിയാശേഷികൾ കുട്ടികൾ ആർജിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രക്രിയാശേഷികളാണ് യഥാർത്ഥത്തിൽ കുട്ടികൾ ആർജിക്കേണ്ടത്. അതിന് കുട്ടികൾ ഈ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അങ്ങനെയാണ് ക്ലാസ് മുറി പ്രവർത്തനാധിഷ്ഠിതമായത്. അപ്പോൾ പ്രവർത്തനാധിഷ്ഠിതമായ ക്ലാസ്സുകളിൽ സംവാദം, ചർച്ച, ഫീൽഡ് വിസിറ്റ്, പ്രൊജക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ഈ പ്രവർത്തനാധിഷ്ഠിതത്തെ ആളുകൾ തെറ്റായി വ്യാഖ്യാനിച്ചു. കുട്ടികളിങ്ങനെ ക്ലാസ്സിലൂടെ നടക്കുന്നു, ഓടുന്നു, അല്ലെങ്കിൽ മരം കയറുന്നു, ചെണ്ട ഓടുന്നു, ഇതൊക്കെ ചെയ്യുന്നതാണ് പ്രവർത്തനാധിഷ്ഠിത ക്ലാസ്സിൽ ദുർവ്യാഖ്യാനം ചെയ്തു. അപ്പോൾ അങ്ങനെ ആ ഫിസിക്കലി കുട്ടികളെ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. രണ്ടാമത്തെ ഭാഗം കുട്ടിയുടെ മെൻ്റൽ ഇൻവോൾവ്മെൻ്റ് ആണ്. മെൻ്റൽ ഇൻവോൾവ്മെൻറ്റ് വഴിയായിട്ട് കുട്ടികളുടെ മെൻ്റൽ പ്രോസസ്സ് നടക്കുന്നു. കുട്ടികൾ അളക്കുന്നു, കുട്ടികൾ നിരീക്ഷിക്കുന്നു, നിഗമനത്തിലെത്തുന്നു, വിശകലനം ചെയ്യുന്നു, ഊഹം രേഖപ്പെടുത്തുന്നു തുടങ്ങിയ ഒരു 10-14ഓളം മെൻ്റൽ പ്രോസസ്സ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ ചെയ്തു പോകുന്ന പ്രവർത്തനങ്ങൾ കുട്ടികൾ ഇവിടെ ഒരു പരീക്ഷണമാണ് ചെയ്യുന്നതെങ്കിൽ ടീച്ചറിൻ്റെ മനസ്സിൽ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഓരോ മാനസിക പ്രക്രിയയിലും കുട്ടി എത്രമാത്രം കടന്നുപോയി, ആ കുട്ടി എവിടെ എത്തി, ഈ കുട്ടി എവിടെ എത്തി, ആ കുട്ടി അവിടെ എത്തിയിട്ടില്ലെങ്കിൽ പകരം എന്ത് ചെയ്യണം എന്നുള്ള ചിന്തകളിലൂടെയും അങ്ങനെ ഓരോ ദിവസവും തൻ്റെ പഠനാനുഭവങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലാണ് ഇന്നത്തെ കാലത്ത് അധ്യാപകർ ഏർപ്പെടേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കാര്യം ക്ലാസ് മുറികളിൽ നടക്കാതെ പോകുന്നത് എന്തുകൊണ്ടെന്നും അതിൻ്റെ തടസ്സങ്ങൾ എന്തെന്നുമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ദാർശനികപരമായിട്ട് ഇക്കാര്യത്തിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഞാൻ പറഞ്ഞ ഈ അവതരണത്തിലെ ഒരു പ്രഭാഷണത്തിൽ പറയുന്നത് പുതിയ പാഠ്യപദ്ധതിയിൽ വൈഗോട്സ്കി, അതുപോലെ പിയാഷെ തുടങ്ങിയ ആളുകളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അവരൊക്കെ ഒരാൾ റഷ്യക്കാരനാണ്, ഒരാൾ പിന്നെ വേറൊരു നാട്ടുകാരനാണ്. അവരൊക്കെ വേറെ ചില തത്വങ്ങൾ. ഇതല്ലല്ലോ പ്രശ്നം. ഈ പറയുന്ന ആശയങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തത പ്രശ്നമുണ്ടോ? ഇത് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതാണോ പിന്നോട്ട് നയിക്കുന്നതാണോ? ഇനി അങ്ങനെയാണെന്നിരിക്കട്ടെ, ഒരുപക്ഷെ ഈ ദർശനങ്ങളിൽ തെറ്റുണ്ടാവാം, തെറ്റായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പകരം ഒരു പേര് പറയണം. വൈഗോട്സ്കിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ പിയാഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ മോശമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, പകരം ആരാണ് വേറെ കുറച്ചുകൂടി മെച്ചപ്പെട്ട നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സിദ്ധാന്തം നിങ്ങൾ മുന്നോട്ട് വെക്കണം. അല്ലാതെ ചില ആളുകളുടെ പേര്, അവരുടെ രാജ്യം, അവരുടെ അത് വെച്ചുകൊണ്ട് അവരെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഒരു ദർശനത്തെ പകരം വയ്ക്കാനുള്ള സിദ്ധാന്തം അല്ല എന്ന് ഈ പ്രഭാഷണം നടത്തുന്ന ആളുകൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ പഠന പ്രക്രിയയിലൂടെ ആർജിച്ച അറിവും പ്രക്രിയാശേഷികളും ജീവസാഹചര്യങ്ങൾ പ്രയോഗിക്കാൻ പഠിതാക്കൾക്ക് കഴിയുക എന്നുള്ളതും കുട്ടികളുടെ സഹജമായ കഴിവുകൾ വികസിക്കുന്നതിനും വ്യത്യസ്തമായി ചിന്തിക്കുന്നതിനും നൂതനമായ കണ്ടെത്തൽ നടത്തുന്നതിനും അവസരം നൽകുക എന്നുള്ളതും പ്രവർത്തനങ്ങളിലൂടെ ആർജിച്ച ശാസ്ത്ര അറിവുകളെ പ്രശ്ന പരിഹാരത്തിന് പ്രയോഗിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതുമൊക്കെയാണ് ശാസ്ത്ര പഠനത്തിൽ ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ ധാരാളമുണ്ട്. ഈ പറഞ്ഞ വിധത്തിൽ ഓരോ സംഗതിയെയും വിശദീകരിച്ച് പോകുന്നുണ്ട്. അങ്ങനെയാണ് പാഠപുസ്തകം സിലബസ് എന്തായിരിക്കണം, പാഠപുസ്തകം എന്തായിരിക്കണം എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾ ഇതാണ്. ഞാനത് മുഴുവൻ അവസാനം വന്നിട്ട് പഠനബോധന രീതി കുറിച്ച് പറയുന്നുണ്ട്. പഠനബോധന രീതി ഇനി ഇതൊക്കെയാണ് എന്താണ് ക്ലാസ്സിൽ നടക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഒറ്റ വാക്ക് പറയുന്നത് പ്രക്രിയയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കണം പാഠഭാഗങ്ങൾ വിനിമയം ചെയ്യേണ്ടതെന്നാണ്. അതുതന്നെ നമ്മളുടെ ദേശീയ ഗവൺമെൻറ് പുറത്തുവിട്ട NCF-ലും പറയുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പൊതിഞ്ഞ് പറയുന്ന ഒരുപാട് വളരെ ക്രൂക്കഡായിട്ട് അല്ലേ, കൗശലപൂർവ്വം ഒളിപ്പിച്ചു വെച്ച നമ്മുടെ സമൂഹത്തെ ആകെപ്പാടെ പിന്നോക്കം വലിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു 90-കൾക്ക് ശേഷം വന്നിട്ടുള്ള നവീനമായ ആശയങ്ങളെയൊക്കെ പലതരത്തിൽ ആവർത്തിക്കുന്നുണ്ട്. കോംപ്ലക്സ് ഡോക്യുമെൻ്റാണ്. അപ്പോൾ അതിലും ഇതേ കാര്യം തന്നെ പറയും, പ്രക്രിയയ്ക്ക് പ്രാധാന്യം നൽകുകൊണ്ടാണ് പാഠഭാഗങ്ങൾ വരിക. അപ്പോൾ ഈ പ്രക്രിയയ്ക്ക് എന്താണ് സംഭവിച്ചത്, ഈ പ്രക്രിയ നടക്കുന്നതിന് എന്താണ് തടസ്സം, ക്ലാസ് മുറിയിൽ എന്താണ് പ്രശ്നമായി നിൽക്കുന്നത്, ഈ പ്രക്രിയയിലൂടെ പാഠഭാഗം വിനിമയം ചെയ്യേണ്ടതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന അധ്യാപകർ ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറിയവരാണോ, അവരെ തിരഞ്ഞെടുക്കുന്ന രീതിയിലും അവർക്ക് കിട്ടുന്ന പരിശീലന പ്രശ്നങ്ങളുണ്ടോ എന്നതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച നടത്തേണ്ടത്. എങ്കിലും ഈ നടന്ന ഈ ചർച്ചകളിലും അവതരണങ്ങളിലും പറയുന്ന കാര്യങ്ങൾ ഇതൊന്നുമേ അല്ല എന്ന് മാത്രമല്ല, അത് ഈ
പുസ്തകം എന്ന് പറയുന്ന ഒരു കുട്ടികളെ അഭിസംബോധന ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. പാഠ്യപദ്ധതിയുടെ ഒരു ഭാഗം മാത്രമാണ് പുസ്തകം സംസാരിക്കുന്ന കുട്ടികളോടാണ്. ഈ പുസ്തകം എങ്ങനെ വിനിമയം ചെയ്യണമെന്ന് അധ്യാപകരോട് പറയുന്നത് ടീച്ചർ ടെക്സ്റ്റാണ്. ആ ടീച്ചർ ടെക്സ്റ്റും ഇതും ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ഈ KCF പരിപാടി രേഖയും അതിൻ്റെ പിന്നിലുള്ള സിലബസും മറ്റുമൊക്കെയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളോ രേഖകളോ ക്ലാസ് റൂമിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും നോക്കാതെ എവിടെയെങ്കിലുള്ള പുസ്തകത്തിൻ്റെ കുറച്ച് വരികൾ എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങനെ പുസ്തകം ഈ വള്ളത്തോളിൻ്റെ കുറച്ച് വരികൾ ഈ പുസ്തകത്തിലുണ്ട്, ഇതൊക്കെ എങ്ങനെ പഠിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വായിക്കുകയാണ്. അപ്പോൾ അത് വായിച്ച പ്രഭാഷകൻ്റെ അടിയിലൊരു മാഷ് വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഇതിങ്ങനെയല്ല വായിക്കേണ്ടത്, വാക്ക് മുറിച്ചല്ല. അപ്പോൾ വള്ളത്തോളിൻ്റെ ഒരു 4 വരി കവിത പോലും തെറ്റുകൂടാതെ വായിക്കാൻ പറ്റാത്ത ഒരാളാണ് ഇതിനെക്കുറിച്ച് പ്രഭാഷണം നടക്കുന്നുള്ള വൈരുദ്ധ്യമുണ്ട്. അദ്ദേഹം ചിലപ്പോൾ മലയാളം മീഡിയത്തിലായിരിക്കില്ല പഠിച്ചത് എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും പ്രക്രിയയ്ക്ക് പ്രാധാന്യം നൽകണമെന്നുള്ളത് പ്രധാനമാണ്. വിവിധ ശേഷികൾ വികസിപ്പിക്കുന്ന സന്ദർഭങ്ങൾ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരുക്കേണ്ടതുണ്ട്. നിരീക്ഷിക്കൽ, വർഗീകരിക്കൽ, ദത്തങ്ങൾ ശേഖരിക്കൽ, സംഖ്യാബന്ധങ്ങൾ ഉപയോഗിക്കൽ, സ്ഥലകാല ബന്ധങ്ങൾ ഉപയോഗിക്കൽ, നിഗമനത്തിലെത്തൽ, പ്രവചിക്കൽ, പരികൽപ്പന രൂപീകരിക്കൽ, ദത്തങ്ങൾ വ്യാഖ്യാനിക്കൽ, പരീക്ഷണത്തിലേർപ്പെടൽ തുടങ്ങിയ പ്രക്രിയാശേഷികളുടെ വികാസത്തിന് നിരവധി അവസരങ്ങൾ കുട്ടികൾക്ക് ലഭിക്കണം. ഈ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും അതിന് പാഠപുസ്തകം പല ടൂളുകളിൽ ഒന്നായി ഉപയോഗിക്കുകയുമാണ് അധ്യാപകർ ചെയ്യേണ്ടത്. അങ്ങനെയാണ് പഠനം ക്ലാസ് മുറികളിൽ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ പോകുമ്പോൾ തന്നെ ശാസ്ത്രബോധന തന്ത്രങ്ങൾ, ചരിത്രപരമായിട്ടുള്ളൊരു വീക്ഷണം ഉൾക്കൊള്ളേണ്ടതിൻ്റെ പ്രാധാന്യവും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. കാലാകാലങ്ങളിൽ എങ്ങനെയാണ് ശാസ്ത്രത്തിൻ്റെ നൂതന സങ്കല്പങ്ങൾ വികസിക്കുന്നത് എന്ന് പഠിതാവിന് മനസ്സിലാക്കാൻ അത് സഹായകമാകണം. ശാസ്ത്രത്തെ ഒരു സാമൂഹ്യ സംരംഭമായി കാണാനും ശാസ്ത്രവികാസത്തിൻ്റെ സാമൂഹ്യ ഘടകങ്ങൾ എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കാനും അത് പഠിതാവിനെ സഹായിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം നമ്മളുടെ പാഠ്യപദ്ധതി പറയുന്നിടത്താണ് ഒരു പ്രശ്നമുള്ളത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അടിസ്ഥാനപരമായി സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വിവിധ ഒരു ഘടനയുണ്ട്. ആ ഘടന കുറേ കാലം കൊണ്ട് രൂപപ്പെട്ട് വന്നതാണ്. അതിൽ ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ വർണ്ണ വ്യത്യാസം ഉണ്ടായിരുന്നു, വർഗ വ്യത്യാസം ഉണ്ടായിരുന്നു. ചിലപ്പോഴത് സാമ്പത്തികമായിട്ടുള്ള വ്യത്യാസമാണ്, പദവിയിലുള്ള വ്യത്യാസമാണ്, സാമൂഹ്യ വ്യത്യാസമാണ്. അപ്പോൾ നമ്മളിപ്പോഴും കാണുന്നത് തട്ട് തിരിഞ്ഞിട്ടുള്ളൊരു സമൂഹമാണ്. ഈ തട്ട് തിരിഞ്ഞ സമൂഹത്തിൽ പലപ്പോഴും അവസരങ്ങളുടെ തുല്യത നിഷേധിക്കപ്പെടുന്നു, അവസര തുല്യത ഉണ്ടാകുന്നില്ല. അപ്പോൾ ഏതൊരാളും ആഗ്രഹിക്കുക, ഒരു അല്പം വിദ്യാഭ്യാസമുള്ള ആൾ, ചിന്തിക്കുന്ന ഒരാൾ, ഒരു കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു സമൂഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അടിസ്ഥാനപരമായിട്ട് ആഗ്രഹിക്കുക മനുഷ്യരായ ഏതൊരാൾക്കും ഒരു സമൂഹത്തിൽ അവസര തുല്യത ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ അവസര തുല്യതയും ഫലതുല്യതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്വിസ്റ്റ് കുറച്ച് നാളായിട്ട് നമ്മളുടെ ഇത്തരത്തിലുള്ള ചർച്ചാവേദികളുണ്ട്. 2019 മുതൽ അത് അവതരിപ്പിക്കപ്പെട്ട് വരുന്നുണ്ട്. അത് അത്ര നിഷ്കളങ്കമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് നമുക്ക് പറഞ്ഞുകൂടാ. അപ്പോൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് സ്വതന്ത്ര ചിന്തകരുടെ വേദികളിൽ അവതരിപ്പിക്കപ്പെടുന്ന അവതരണങ്ങൾ എടുത്തു നോക്കിയാൽ ഇതിൻ്റെ ഒരു തുടർച്ച നമുക്കവിടെ കാണാൻ പറ്റും. അവർ പറയുന്നത്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രഭാഷകൻ 2 പ്രഭാഷണങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനു വേണ്ടി കേട്ടു. നമ്മളുടെ വിദ്യാഭ്യാസ അധ്യാപകരുടെ ഗ്രൂപ്പുകളിലാണിത് പ്രചരിപ്പിക്കപ്പെട്ടത്. ആദ്യം വന്ന ഒരു പ്രഭാഷണം കോഴിക്കോട് നടന്ന സ്വതന്ത്ര ചിന്തകരുടെ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. അത് അവതരിപ്പിച്ചത് കാന സുരേഷ് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്, ഐസറിലെ പ്രൊഫസറും ഡീനും ഒക്കെയാണ്. അപ്പോൾ വളരെ കൗതുകത്തോടുകൂടി, വളരെ പ്രതീക്ഷയോടുകൂടി ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത പ്രഭാഷണം ഞാൻ കേട്ടപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, ഇനി എനിക്കെന്തോ പ്രശ്നം, നമ്മൾ പറയില്ല നാട്ടുകാർക്ക് മുഴുവൻ വട്ടായതാണ് നമുക്ക് ഇത് ആർക്കാണ് ഇതൊരു പ്രശ്നം വന്നത് എനിക്ക് മനസ്സിലായില്ല. വീണ്ടും ആവർത്തിച്ച് കേട്ടു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ പരീക്ഷകളിൽ കിട്ടുന്ന മാർക്ക് A+ എന്നായിട്ടാണ് അതിൻ്റെ പേര്, A+ എന്ന പേരിൽ നടത്തിയൊരു പ്രഭാഷണമാണ്. അപ്പോൾ 25,000-ലധികം ആളുകൾ ഇപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞ പ്രഭാഷണമാണ്. അപ്പോൾ അവിടെ തന്നെ കുറേ ഒരു 10 ആളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ ആളുകൾ കേൾക്കുകയും കുറേ ആൾ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ടോട്ടലി എടുത്തു വയ്ക്കുമ്പോൾ പുള്ളി പറയുന്ന ആശയം എന്താണ്? തികച്ചും നമ്മുടെ സമത്വം എന്ന് പറയുന്ന, തുല്യത എന്ന് പറയുന്ന സങ്കല്പത്തിന് ഘടകവിരുദ്ധമായ ആശയമാണ്. എങ്ങനെയാണ് ഇത്തരം ഒരു ആശയം ഒരു വേദിയിൽ ഒരാൾക്ക് പറയാനും പറ്റുന്നത്? അത് കേട്ടിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ആളുകൾ പ്രചരിപ്പിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ നമുക്ക് ആദ്യം ഒരു അത്ഭുതം തോന്നും. അപ്പോൾ താഴെ ഒരാൾ പറഞ്ഞിരിക്കുകയാണ്, ഇത് മുഴുവൻ ഡാറ്റയാണല്ലോ, ഇങ്ങനെ വേണം കാര്യങ്ങൾ പറയാൻ, ഇതാണ് ഏതൊരു അവതരണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഡാറ്റയ്ക്കും പഠനത്തിനും തെളിവുകൾക്കൊക്കെ പ്രശ്നമുണ്ട്. നമ്മൾ മുന്നേ ഒരു കാര്യം തീരുമാനിച്ചിട്ട് അതിന് വേണ്ട സാധനം മാത്രം എടുക്കുക എന്ന് പറയുന്നത് ചെറി പിക്കിംഗ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതുപോലെയാണ് അവതരിപ്പിച്ചത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ A+ ആണ് പ്രശ്നം. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷത്തെ കണക്കുകൾ അദ്ദേഹം എടുക്കുന്നു. 10ാം ക്ലാസ് പരീക്ഷയിലുള്ള കുട്ടികളുടെ വിജയം എടുക്കുന്നു. എന്നിട്ട് പറയാം 99% വിജയമാണ്, ഇനിയിപ്പോൾ വിജയ ശതമാനം കൂട്ടാൻ വലിയ പാടായിരിക്കും, അടുത്ത മന്ത്രിസഭ കഷ്ടപ്പെടും എന്നൊക്കെ പറയാം. പക്ഷെ അതേസമയം തന്നെ ഇത്
ഗവൺമെൻറ് സ്കൂളുകൾ നമ്മളുടെ ഈ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമാണെന്ന് പറയാതെ പറയുന്നു. ഇതിനേക്കാൾ വലിയ വിജയ ശതമാനമാണ് CBSE യിലുള്ളത്. അത് ബോധവും പറയുന്നില്ല എന്ന് മാത്രമല്ല, CBSE വളരെ മികച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പതിനകത്തിൽ. ശരി, അത് പോട്ടെ, നമ്മൾ ഇത് മാത്രം എടുക്കാം. ഇതൊക്കെ എടുത്തിട്ട് അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പരീക്ഷ നടത്തിയാൽ ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടാൻ പാടില്ല എന്നുള്ളതാണ് പുള്ളിയുടെ പ്രശ്നം. പരീക്ഷ നടത്തിയാൽ നമുക്ക് കിട്ടേണ്ടത് ഒരു നോർമൽ പ്രോബബിലിറ്റി കർവാണ്. അതിനൊരു കമിഴ്ത്തി വെച്ച മണിയുടെ ആകൃതി ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് മൂപ്പർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബ്ലഡ് പ്രഷർ, ആളുകളുടെ ഹൈറ്റ്, IQ എന്ന് പറയുന്നത് തന്നെ ഒരു കാലഹരണപ്പെട്ട നമ്മുടെ ഈ സമീപനവുമായി യോജിക്കാത്തൊരു സങ്കല്പമാണ്. അത് ഒരു നമ്മുടെ എന്താ പറയുക, സൈനിക പരിശീലനവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സങ്കല്പത്തെ വിദ്യാഭ്യാസത്തിൽ കൊണ്ട് അത് ആ ചരിത്രമൊക്കെ നമുക്ക് വിടാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഉദാഹരണം എടുക്കും. അതുമാത്രമല്ല, രസം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത്, ഈ ഉദാഹരണങ്ങളിൽ കൂടെ അദ്ദേഹം സ്വന്തം എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പരീക്ഷയുടെ റിസൾട്ട് നോക്കുന്നവരുണ്ട്, പുള്ളി അതിലും വെൽക്കറവാണെന്ന് അഭിമാനത്തോടെ കാണിച്ചു. കണ്ടില്ലേ, ഒരാൾ തോറ്റു, കുറേ ആളുകൾക്ക് വളരെ കുറഞ്ഞ മാർക്ക്, ആവറേജ് കുറച്ച് ആളുകൾ കുറച്ച് മാർക്ക്, ഉയർന്ന മാർക്ക്. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ്, എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി തോറ്റുകൊണ്ട് എൻ്റെ ബെല്ലിനെ പുള്ളി ഉടയാതെ സംരക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ബെല്ല് കമിഴ്ത്തി വെച്ചൊരു രേഖ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇത് ഉടയ്ക്കാൻ പാടില്ല. ഇത് ഉടയ്ക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കുറച്ചാൾ എന്ത് ചെയ്യണം? തോറ്റു തരണം. ഇതെന്ത് തരത്തിലുള്ള സമത്വ സങ്കല്പമാണ് മുന്നോട്ട് വെക്കുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇത് പ്രചരിപ്പിക്കുന്നവർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ആരാണ് നിങ്ങൾക്ക് തോറ്റു തരാൻ വേണ്ടി ഈ കാലത്ത് ഇരുന്ന് തരിക എന്നുള്ള ആലോചിക്കണം. എനിക്കെന്തായാലും അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇരുന്നിട്ട് തോറ്റു കൊടുക്കാൻ ഇപ്പം മനസ്സില്ല. പണ്ട് നമ്മളങ്ങനെ ഒരു നിവൃത്തിയില്ലാതെയാണ് ഈ ക്ലാസ് മുറികളിലൊക്കെ പലപ്പോഴും ഇരുന്നത്, അല്ലേ? ഇന്നിപ്പോൾ ആളുകൾ അങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി IQ വെച്ചിട്ടാണ് പറയുന്നത് വിചാരിക്കാം. അപ്പോൾ IQ നമുക്ക് ഇനിയിപ്പോൾ ഒരാളുടെ IQ അളക്കാം. ആ അളവിലൊന്നും വലിയ ശാസ്ത്രീയതൊന്നുമില്ല, പോട്ടെ, അളന്നു. അപ്പോൾ മനസ്സിലായി, ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകളുണ്ട്, ഇവിടെ ഇരിക്കുന്ന ഒരു 30 ആളുണ്ടെന്ന് വിചാരിക്കാം. അതിൽ 5 ആളുടെ IQ മോശമാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴേ നിങ്ങൾക്കറിയാം എന്താണ് സാറ് പരീക്ഷയിൽ ഏത് വശത്ത് വരും. ബെല്ലിൻ്റെ ഈ നോർമൽ പ്രോബബിലിറ്റി കർവിന് 2 വശമുണ്ട്. ഒരു വശത്ത് ആരാണ്? 20% ആരാണ്? 20% ഏറ്റവും ഉന്നതമായ നിലയിൽ പെർഫോം ചെയ്യുന്ന ആളുകളാണ്. ഈ 20% ആരാണ്? ഏറ്റവും മോശമായി. അപ്പോൾ മോശമായി പെർഫോം ചെയ്യുന്ന ഒരു 20% എല്ലായ്പ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ ഈ കർവിൻ്റെ ഈ ഷേപ്പ് നിൽക്കുള്ളൂ. അപ്പോൾ ഈ ഷേപ്പ് നിർത്താൻ വേണ്ടി ഈ IQ കുറവുള്ള 5 ആൾ എന്ത് ചെയ്യണം? നിങ്ങൾ എവിടെയും പോരുത്. നിങ്ങൾ ദിവസം വന്ന് ഇവിടെ ഇരുന്ന് അവസാനം നമ്മൾ എന്ത് ചെയ്യും? അവസാനം ഒരു പരീക്ഷ നടത്തും. അത് ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടാകാം, കോളേജിലാണെങ്കിൽ ചിലപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ടാകാം, +2 2 വർഷം. ആ 2 വർഷവും എല്ലാ ദിവസവും വന്ന് ഇവിടെ ഇരുന്ന് തന്ന് പരീക്ഷ എഴുതി തോറ്റ് തന്ന് നിങ്ങൾ ഞങ്ങളുടെ ബെല്ല് സംരക്ഷിച്ച് തരണം എന്നാണ് ഇതിൻ്റെ എനിക്കതിൽ നിന്ന് മനസ്സിലായത്. അതെന്താണോ അത്രയ്ക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ആശയമേ ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നു. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതേപോലെ തന്നെ ഇത് അന്വേഷിച്ച് പോയപ്പോൾ എറണാകുളത്ത് നടന്ന മറ്റൊരു സമ്മേളനത്തിൽ മറ്റൊരാൾ, അഭിലാഷ് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ, ഇങ്ങനൊരു സാധനം അവതരിപ്പിച്ചു. അതിൻ്റെ പേര് A+ഉം ഗുസ്തിയും എന്നാണ്. അതും കൂടി കേട്ടപ്പോഴാണ് ഇത് തമ്മിലുള്ള പരസ്പര ബന്ധം. എല്ലാവരും ഏതാണ്ട് ഒരേ കാര്യം തന്നെ പറയുന്നു. പറയുന്ന ആളുകൾ മാറുന്നുണ്ട്, വേദി മാറുന്നുണ്ട്, സ്ഥലം മാറുന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള ആശയം ഒന്ന് തന്നെയാണ്. അത് സമത്വത്തിന് അല്ലെങ്കിൽ തുല്യതയ്ക്ക് എതിരായിട്ടുള്ള സങ്കല്പമാണ്. അപ്പോൾ ഈ അഭിലാഷ് എന്ന് പറയുന്ന പ്രഭാഷകൻ അത് കൃത്യമായിട്ടൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു വന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞ പോലുള്ള പുതിയ നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രേഖ ഞാൻ പരിശോധിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച ആശ്വാസം, ഇതൊക്കെ വായിച്ചിട്ടുണ്ടാവില്ല, ഞാനീ പറഞ്ഞ ഒരു ഭാഗമാണ്, ഇങ്ങനെയുള്ള കാലമായി. എന്നിട്ട് അദ്ദേഹം പറയാണ്, അതിനകത്ത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറയുന്നൊരു വാക്ക് തുല്യതയാണ്. അതൊരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സങ്കല്പമാണ്, അതുകൊണ്ട് അത് ശരിയാവില്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ തുല്യത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞു എന്നുള്ളൊരു തുല്യത സങ്കല്പം എങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം. പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്നറിയോ? അടിസ്ഥാന പ്രശ്നം, സമത്വം എന്നൊരു ആശയം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, നിങ്ങളതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം, അതിൽ നിന്ന് ഒരാൾ കാര്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടുള്ളൂ. ആ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ വിവേചനത്തെ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ്. വിവേചനത്തെ നിങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങൾക്ക് ഈ സമൂഹത്തിൻ്റെ വ്യവസ്ഥയെ നിലനിർത്താൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ആളുകളെ വിഭജിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് കുറേ ആളുകൾ മറ്റേ പാരിറ്റോ പ്രിൻസിപ്പൽ എന്നൊക്കെ പറഞ്ഞ ഒരു കാലത്ത് പറഞ്ഞല്ലോ, 80-20 എന്ന് പറഞ്ഞിട്ട്, അല്ലേ, 20% ആളുകളെ വിജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് തെറ്റാ. അത്തരം ആശയങ്ങളെ പുതിയ തരത്തിൽ പൊതിഞ്ഞ് പലതരത്തിൽ അവതരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് നമ്മളിവിടെ കാണുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഈ 2 അവതരണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ ആശയങ്ങളിലുള്ള ഈ എന്താ പറയുന്നത്, ഇതിൻ്റെ ഉള്ളിലുള്ള ചില നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത
എന്താ പറയുന്നത് ചിന്തകൾ ഇതിൻ്റെ വെളിവാകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇഗാലിറ്റേറിയൻ സമൂഹത്തെ സങ്കല്പിച്ച് സമത്വത്തിൽ അധിഷ്ഠിതമായ സങ്കല്പത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അവസര തുല്യത ലഭിക്കുന്ന സമൂഹത്തെ സങ്കല്പിച്ച് നിങ്ങളുടെ വിയോജിപ്പുകളാണ് പലതരത്തിലായിട്ട് പുറത്തു വരുന്നതെന്നാണ് ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരു SLC പരീക്ഷയ്ക്കൊക്കെ ഇന്ന് എന്താ പ്രസക്തി? യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്താണ്? SLC പരീക്ഷയെ ആവശ്യമില്ല. അതേ ഒരു തരത്തിലും പ്രയോജനമില്ലാത്ത, ഒരു ധർമ്മവും നിർവഹിക്കാത്ത ഒരു പരീക്ഷയുടെ ആചാരം പോലെ കൊണ്ടു നടക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിനെ കാലത്തിനനുസരിച്ച് മെച്ചപ്പെടുത്താനും അതിനെ നമ്മളുടെ ഒരു ആധുനിക മനുഷ്യൻ്റെ സമീപനങ്ങൾക്കും ആധുനിക മനുഷ്യൻ തർക്കിച്ചും യോജിച്ചും വിയോജിച്ചും ആധുനിക ശാസ്ത്രീയമായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള കണ്ടെത്തലിലൂടെ ഒക്കെ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങൾക്ക് യോജിക്കാത്ത ഈ സംഗതി ഇവിടെ കൊണ്ട് ചെന്നിറക്കിയിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ഇപ്പോൾ നോക്കൂ, 9ാം ക്ലാസ് കഴിയുന്ന കുട്ടി 10ാം ക്ലാസ് കഴിയുന്നു, 10ാം ക്ലാസ് കഴിയുന്ന കുട്ടി സ്വാഭാവികമായിട്ടും 11ാം ക്ലാസ്സിൽ ചേരുകയാണ്. പണ്ട് അങ്ങനെ എല്ലാവരും കാലത്താണ് SLC പരീക്ഷയ്ക്ക് ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് ചില കുട്ടികൾക്ക് റാങ്ക് കിട്ടുന്നു, റാങ്ക് കിട്ടാത്തവരുടെ പടം വരുന്നു, ബാക്കിയുള്ളവർ തൂങ്ങിച്ചാവുന്ന അവസ്ഥയിലാണ് ഗ്രേഡിങ് കൊണ്ടുവന്നത്. ഗ്രേഡിങ് കൊണ്ടുവന്ന കഴിഞ്ഞ സമയത്ത് പിന്നെ ഗ്രേഡിങ്ങിന് വേണ്ടിയുള്ള മത്സരമായി. അപ്പോൾ ഈ കാന സുരേഷൻ സാറിൻ്റെ പ്രഭാഷണം അദ്ദേഹം പറയുന്നു, ഇന്ന് A+ എന്ന് പറഞ്ഞാൽ അത് 1ാം റാങ്കായിട്ട് പരിഗണിക്കണം. അപ്പോൾ 70,000 ആൾക്ക് A+ കിട്ടിയതിന് 70,000 ആൾക്ക് 1ാം റാങ്ക് കിട്ടിയെന്നാണ്, ഇത് 100% എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെയൊക്കെയോ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള തത്വം എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ട് ഈ പരീക്ഷ എന്തോ ഭയങ്കര സംഭവമാണെന്നുള്ള നമ്മൾ എത്തിച്ചേർന്നു. അതൊരു കെണിയാണ്. യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? ഈ പഴയ പോലെ കുട്ടികൾക്ക് ഇങ്ങനെ മുൻപ് നമ്മൾ പഠിച്ചിരുന്ന SLC പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് കിട്ടുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താ? സയൻസ് വിഷയം എടുത്ത് +2 ചേരണം എന്നുള്ളതാണ്. ഇന്ന് സയൻസ് വിഷയത്തിന് അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. പലപ്പോഴും ഏറ്റവും ഇത്തരത്തിൽ നന്നായിട്ട് ഓർത്തു വയ്ക്കാനും അങ്ങനെ ഒരു മേഖലയിൽ, ആ മേഖലയിൽ കഴിവുള്ള അക്കാഡമിക്കായിട്ട് നമ്മൾ മറ്റുള്ള മിടുക്കരല്ലെന്നല്ല, ആ കഴിവുള്ള ആളുകൾ പലരും ഇപ്പോൾ സിവിൽ സർവീസിലൊക്കെ ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പലരും ഭാഷാ വിഷയങ്ങളും മാനവികതാ വിഷയങ്ങളും ഒക്കെ എടുത്തിട്ടാണ് പഠിക്കുന്നത്. എല്ലാവർക്കും അവസരങ്ങൾ തുറന്നു കിട്ടുന്ന ഒരു ലോകമാണെന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ അഭിരുചിയാണ് പരിശോധിക്കേണ്ടത്. അഭിരുചി പരിശോധനയിലേക്ക് നമ്മൾ മാറേണ്ട കാലമായി എന്ന് ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേ കുട്ടികളുടെ അഭിരുചികൾ നോക്കി അഭിരുചികൾക്കനുസരിച്ച് വിവിധ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ കുട്ടികൾക്ക് അവസരം നൽകിയ തരത്തിലേക്ക് നമ്മൾ മാറണം. SLC പരീക്ഷയും A+ എന്നൊക്കെ പറയുന്നത് പരീക്ഷ തന്നെ വേണ്ടെന്ന് വെക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പരീക്ഷയിൽ കിട്ടിയ A+ പോലെ എൻട്രൻസിൽ ഒരു പെർഫോം ചെയ്യുന്നില്ല. എൻട്രൻസ് പരീക്ഷയാണ് യഥാർത്ഥ പരീക്ഷ. അതുകൊണ്ട് ഡിഗ്രി പ്രവേശനത്തിലല്ല എൻട്രൻസ് പരീക്ഷ കൊണ്ടുവരണമെന്നാണ്. അപ്പോൾ എൻട്രൻസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ ഏറെ ഓർമ്മ പരിശോധനയിൽ നിൽക്കുന്നൊരു പരീക്ഷയാണ്. എന്തുകൊണ്ടാണ് അഭിരുചി പരീക്ഷയെക്കുറിച്ച് സംസാരിക്കാത്തതെന്ന് എനിക്കറിയില്ല. അതിന് കൂടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഡിഗ്രിക്കൊന്നും ചേരാൻ ആളില്ല, കേരളത്തിലെ സീറ്റുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്, കുട്ടികളൊക്കെ എവിടെ പോയി എന്ന് അതിൻ്റെ തികച്ചും വൈരുദ്ധ്യമായിട്ടുള്ള കാര്യം അദ്ദേഹം ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മറ്റേ A+ഉം ഗുസ്തിയും എന്ന് പറയുന്ന പ്രഭാഷണത്തിലാണെങ്കിൽ അതിലേറെ വൈരുദ്ധ്യങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം ഞാൻ 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം നമ്മളുടെ കേരളത്തിൽ ഏകദേശം 65 ലക്ഷം എടുത്തോ, കുറച്ചേറെ വ്യത്യാസമുണ്ട്. 65 ലക്ഷം കുട്ടികൾ പഠിക്കുന്നുണ്ട്. 45 ലക്ഷത്തിലധികം കുട്ടികൾ പഠിക്കുന്നത് പൊതുവിദ്യാലയത്തിലാണ്, സർക്കാർ എയ്ഡഡ് വിദ്യാലയത്തിലാണ്. ബാക്കി കുറേ അൺഎയ്ഡഡ് വിദ്യാലയത്തിലുള്ള കുട്ടികളും പഠിക്കുന്നത് കേരള ഗവൺമെൻറ് സിലബസാണ്. അങ്ങനെ ഒരു 80% കുട്ടികൾ പഠിക്കും. പോട്ടെ, ഒരു 45 ലക്ഷം കുട്ടികളെന്ന് പൊതുവിദ്യാലയത്തിൽ പഠിക്കും. അപ്പോൾ നിങ്ങളടുത്ത് ഇതുപോലെ ഒരു വലിയ സമ്മേളനത്തിൽ പൊതുവേദിയിൽ ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഈ പൊതുവിദ്യാലയങ്ങൾ തുടങ്ങുക എന്ന് പറയുന്നത് വേസ്റ്റാണ്, ഗവൺമെൻറ് ഒരു കാരണവശാലും പൊതുവിദ്യാലയങ്ങൾ തുടങ്ങരുത്. അത് പൊതുവിദ്യാലയങ്ങൾ ഇങ്ങനെ കെട്ടിപ്പൊക്കി അത് 5 സ്റ്റാർ ഹോട്ടൽ പോലെയൊക്കെ ആക്കി വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ടാക്സ് മണി വേസ്റ്റ് ആക്കുന്ന പരിപാടിയാണ്. പൊതുവിദ്യാലയങ്ങൾ ഉണ്ടാക്കരുത്, ഉള്ള വിദ്യാലയം തന്നെ അടയ്ക്കുകയാണ് വേണ്ടത്. അങ്ങനെ അടയ്ക്കുമ്പോൾ പകരം സ്വകാര്യ മേഖല അത് ഏറ്റെടുത്തിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകിക്കൊള്ളും എന്ന് ഇന്നൊരു സ്ഥലത്ത് ഒരാൾ വന്നെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു പ്രതികരണം? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ കേട്ടു നോക്കൂ. ഈ പ്രഭാഷകൻ ഇങ്ങനെ സ്ഥലത്ത് നിന്ന് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് പൊതുവിദ്യാലയങ്ങളിന് വേണ്ട. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്നത് ഒരു ജെയിംസ് ടൂളി എന്ന് മറ്റോ പറയുന്ന ഒരാളുണ്ട്, അങ്ങനെയാണ് തോന്നുന്നു. ദ ബ്യൂട്ടിഫുൾ ട്രീ എന്ന് പറയുന്ന പുതിയൊരു പുസ്തകമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്താണ് പരിഗണിച്ച പുള്ളി പുസ്തകമാണ് ഉദാഹരിച്ച് പറയുന്നത്. ഇങ്ങനെ ആൾ പഠനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പാവപ്പെട്ട ആളുകൾക്ക് പ്രൈവറ്റ് മേഖലയിലുള്ള ആൾ വന്ന് വിദ്യാഭ്യാസം കൊടുത്തോളൂ, അതിന് തെളിവുണ്ടെന്നാണ് പറയുന്നത്. അതിന് തെളിവ് എന്താണ്? ലോകബാങ്കിൽ നിന്ന് ഇയാൾ ഹൈദരാബാദിൽ വന്നു ഇതിനെക്കുറിച്ച് പഠിക്കാമെന്ന് നോക്കിയപ്പോൾ അവിടുത്തെ ചേരിയിലതാ വളരെ കുറഞ്ഞ ചിലവിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനം വിദ്യാഭ്യാസം കൊടുത്തു. ഇദ്ദേഹത്തിന് വലിയ അത്ഭുതമായി. ഇദ്ദേഹം തിരിച്ചു പോയിട്ട് അദ്ദേഹം സഹപ്രവർത്തകരോട് പറഞ്ഞു. അപ്പോൾ സഹപ്രവർത്തകർ അംഗീകരിച്ചില്ല. അങ്ങനെ അദ്ദേഹം കുറേ രാജ്യം സഞ്ചരിച്ചപ്പോൾ പല സ്ഥലത്തും ഇങ്ങനെ സ്വകാര്യ സംരംഭകർ വളരെ ചുരുങ്ങിയ ചിലവിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലുള്ള സ്കൂളൊക്കെ അടച്ചു കൂട്ടിയാൽ മതി, നാളെ ഇവിടെ ആരെങ്കിലുമൊക്കെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തോളും എന്നാണ് അദ്ദേഹം ഇവിടെ പ്രസംഗിക്കുന്നത്. നിങ്ങൾ ഓർക്കണം. അപ്പോൾ എത്രമാത്രം അപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസം ഉണ്ടായി വന്നത്, കേരളത്തിൻ്റെ ചരിത്രം എന്താണ്, കേരള മോഡൽ എന്നൊക്കെ നമ്മൾ പറയുന്നൊരു സംഗതി സാമ്പത്തിക വികസനം ഇല്ലാത്തപ്പോഴും ജനങ്ങളുടെ കൂട്ടായ്മയിൽ
ചിന്താഗതിയിൽ നിന്ന് സാമൂഹിക വികാസം സാധ്യമാക്കിയ ഒരു ചരിത്രത്തിൻ്റെ നിഷേധവുമാണ് ഭാവിയെക്കുറിച്ച് നമ്മൾ മുന്നോട്ട് വെക്കുന്ന സമത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സങ്കല്പത്തിന് വിരുദ്ധവുമായ ആശയങ്ങളാണ് പ്രചരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ കിട്ടുന്ന വേദികളിൽ ഇത് പറയുക എന്നുള്ളതല്ലാതെ ഇതിന് വേറെ ഒന്നും കണ്ടില്ല. അപ്പോൾ എനിക്ക് ഇവരോട്, ഈ പ്രഭാഷകരോട് അവരുടെ സമയവും അവരിതിനു വേണ്ടി ചിലവഴിക്കുന്നു, ഈ വിമർശനങ്ങളെല്ലാം നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഒരിക്കൽ കൂടി ഈ കാര്യങ്ങളൊന്ന് പുനഃപരിശോധിക്കണം. നമ്മുടെ നല്ല നാളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ ലക്ഷ്യം എന്നുള്ളതുകൊണ്ട് നമ്മൾ നല്ല നാളെ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ തന്നെ പങ്കുവയ്ക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.